أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له، ومن يضلل فلا هادي له. نشهد أن لا إله إلا الله وحده لا شريك له، ونشهد أن محمدًا عبده ورسوله. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد، وعلى آله وأصحاب سيدنا ومولانا محمد، وعلى جميع الأنبياء والمرسلين، ومن اقتدى بهديهم إلى يوم الدين. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وما أرسلنا من قبلك إلا رجالا نوحي إليهم فاسألوا أهل الذكر إن كنتم لا تعلمون بالبينات والزبر، وأنزلنا إليك الذكر لتبين للناس ما نزل إليهم ولعلهم يتفكرون. صدق الله العلي العظيم. صدق وبلغ رسوله النبي الكريم، ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. اصدح بمدح المصطفى واصدع به قلب الحسود، ولا تخف تفنيدا. واقصد له واسأل به تعطى المنى، وتعيش مهما عشت فيه سعيدا. خير الأنام فمن لجأ لجنابه، لا بدع أضحى به مسعودا. المجتبى الهادي الذي منهاجه حاز الكمال ومخذ التمهيدا. هو الكريم الذي مرد سائله، ما شك شخصان في هذا ولا اختلفا. بالعين قد جاد أفضلا وأوردها، وردها بعدما أرخت لها سجفا. وجوه أصحابه كالبدر مشرقة، إذا رأيت امرأ عن هديهم صدفا. ആദരണീയരായ പണ്ഡിതന്മാരെ, സാദാത്തുക്കളെ, മാന്യ സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, അല്ലാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയങ്ങൾ വിവരിച്ചും സുന്നത്ത് ജമാഅത്തിന് വിരുദ്ധമായി
ഉന്നയിക്കപ്പെട്ട ആരോപണങ്ങൾക്ക് പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ മറുപടി നൽകുകയും ചെയ്യുന്ന ഈ 7ാം ഖണ്ഡന പ്രസംഗം അല്ലാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് നാം അതിൻ്റെ വേദിയിൽ ഒരുമിച്ച് കൂടിയവരാണ്. അല്ലാഹു തൗഫീഖ് ചെയ്താൽ ഇന്നും നാളെയുമായി ഇത് നടക്കും. വളരെ നിഷ്പക്ഷമായി നമ്മുടെ പാരത്രിക ലോകത്തെ ബാധിക്കുന്ന വിഷയമാണ് എന്ന ബോധത്തോടുകൂടി അല്ലാഹുവിൻ്റെ ദീൻ പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ ഗ്രഹിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി നിങ്ങൾ ശ്രദ്ധിക്കണം, മനസ്സിലാക്കണം എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് ഏകദേശം 30ഓളം വർഷങ്ങളായി അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പ്രവർത്തന രംഗത്തും എതിരാളികൾക്ക് മറുപടി പറഞ്ഞുകൊണ്ടും എതിരാളികളുടെ കേന്ദ്രങ്ങളിൽ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ സ്ഥാപനങ്ങൾ വളർത്തിയും ഉയർത്തിയും നിങ്ങളുടെ എല്ലാവരുടെയും ദുആ ബറക്കത്ത് കൊണ്ടും സഹായങ്ങളെ കൊണ്ടും സഹകരണങ്ങളെ കൊണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്ത് സേവനങ്ങൾ ചെയ്യുന്നുണ്ട്. എന്നാൽ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും സന്തോഷകരമായ ഖണ്ഡന പ്രസംഗം നാദാപുരത്ത് നടക്കുന്ന ഈ ഖണ്ഡന പ്രസംഗമാണ്. അതിൻ്റെ കാരണം വിദേശ രാജ്യങ്ങളിലും ഇന്ത്യയിൽ തന്നെ കേരളത്തിന് പുറത്തുള്ള സ്റ്റേറ്റുകളിലും ഈ ഖണ്ഡന പ്രസംഗത്തിന്റെ സീഡികൾ കേട്ടുകൊണ്ട് നൂറുകണക്കിന് ആളുകൾ സുന്നത്ത് ജമാഅത്തിലേക്ക് കടന്നു വരികയും സുന്നത്ത് ജമാഅത്തിന്റെ ആശയങ്ങൾ ഉൾക്കൊണ്ട് ജീവിക്കുകയും അവർ ആ സന്തോഷ വാർത്ത പലപ്പോഴും നേരിൽ വന്ന് അറിയിക്കുകയും കത്തിലൂടെയും ഫോണിലൂടെയും അറിയിക്കുകയും ചെയ്യുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നല്ല കാര്യങ്ങൾ പറയാൻ, അല്ലാഹുവിൻ്റെ ദീൻ പ്രചരിപ്പിക്കാൻ ദീർഘായുസ്സും ആഫിയത്തും അല്ലാഹുവിൻ്റെ പൊരുത്തത്തിൽ നൽകുമാറാകട്ടെ എന്നാമുഖമായി ദുആ ചെയ്തുകൊണ്ട് ഞാൻ വിഷയത്തിലേക്ക് കടക്കും. സഹോദരന്മാർ, ചിലർ ആരെങ്കിലും തെറ്റിദ്ധരിക്കുന്നവരുണ്ടാകാം, ഇതിങ്ങനെ തുടർന്നു കൊണ്ടുപോകുന്നത് എന്തിനാ? വാസ്തവത്തിൽ ഒരു സ്ഥലത്ത് രോഗം ബാധിക്കുമ്പോൾ ചികിത്സ ചെയ്യുന്നത് എന്തിനാണ് എന്ന് ചോദിക്കുന്നതിന് അർത്ഥമില്ല. ഇതുപോലെ ഒരു പ്രദേശത്ത് അല്ലാഹുവിൻ്റെ ശരിയായ ദീൻ വികലപ്പെടുത്താൻ വേണ്ടി ആരെങ്കിലും പ്രസംഗിക്കുകയോ ആരോപണങ്ങൾ ഉന്നയിക്കുകയോ ചെയ്താൽ അത് തിരുത്തപ്പെടൽ രോഗത്തിനുള്ള ചികിത്സയാണ്. രോഗം നിൽക്കാത്ത കാലത്തോളം ചികിത്സ തുടർന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ ചിലർക്കൊരു സംശയമുണ്ടാകും, ഈ മെഡിക്കൽ കോളേജുകളും ആശുപത്രികളുമൊക്കെ ധാരാളം നിർമ്മിച്ച് ഒരുപാട് ചികിത്സകൾ ഇവിടെ നടക്കുമ്പോഴും എത്രയോ ആളുകൾക്ക് രോഗമുണ്ടാകുന്നുണ്ടല്ലോ, പുതിയ രോഗങ്ങൾ വരുന്നുണ്ടല്ലോ. അത് അന്ത്യനാൾ വരെ രോഗം തുടർന്നുകൊണ്ടേയിരിക്കും, ചികിത്സയും തുടർന്നുകൊണ്ടേയിരിക്കും. അതിൻ്റെ പേരിൽ ഒരു മെഡിക്കൽ കോളേജും പൂട്ടാൻ പറ്റില്ല, ഒരു ഡോക്ടറും രാജിവെക്കാൻ പറ്റില്ല. അത് ഡോക്ടർമാർ അവരുടെ ചികിത്സകൾ തുടർന്നുകൊണ്ടേയിരിക്കണം. രോഗം നിശ്ചയിക്കപ്പെട്ടവർക്ക് രോഗം വരും. ചിലർ അതിലൂടെ തന്നെ രോഗത്തിലായി തന്നെ മരിച്ചു പോവുകയും ചെയ്യും. അത് അല്ലാഹുവിൻ്റെ ഖദറൊക്കെ നടക്കും. പക്ഷേ നമ്മോടുള്ള നിർദ്ദേശം ചികിത്സിക്കണം, മരുന്ന് നൽകണം, ഡോക്ടർമാരെ വാർത്തെടുക്കണം. ഡോക്ടർമാർ വിശ്രമമില്ലാതെ ജനങ്ങളുടെ ആരോഗ്യത്തിനു വേണ്ടി അധ്വാനിച്ചുകൊണ്ടേയിരിക്കണം.
അവിടെ പുതിയ രോഗം വരുന്നുണ്ടോ, പുതിയ രോഗം ഉണ്ടാകുന്നുണ്ടോ, അതൊന്നും നമുക്ക് നോക്കേണ്ടതില്ല. എത്രയോ ആളുകളുടെ രോഗം മാറുന്നുണ്ട്, എത്രയോ രോഗങ്ങൾ പടർന്നു പിടിക്കുന്ന രോഗങ്ങൾ ഇല്ലാതെയാകുന്നുണ്ട്. എൻ്റെ കുട്ടിക്കാലത്തൊക്കെ കോളറ രോഗം കൊണ്ട് ഒരുപാട് ആളുകൾ പെട്ടെന്ന് മരിച്ചു പോകാറുണ്ടായിരുന്നു. ഇപ്പോഴങ്ങനെ കോളറയില്ല. വസൂരി രോഗം കൊണ്ട് എൻ്റെ ഉമ്മയുടെ പിതാവ് പോലും മരിച്ചു പോയിരുന്നു. പക്ഷേ ഇപ്പോഴങ്ങനെ വസൂരിയില്ല. പോളിയോ പിടിച്ച് എത്രയോ ആളുകൾ കയ്യും കാലും കുഴഞ്ഞു പോകാറുണ്ടായിരുന്നു. ഇപ്പോഴതുപോലെ വ്യാപകമായില്ല. ഇതുപോലെ നിങ്ങൾ മനസ്സിലാക്കണം, പഴയ കാലത്ത് എടവണ്ണ, പുളിക്കൽ, കടവത്തൂർ, എരഞ്ഞിന്റെ കീഴിൽ, വാണിമേലൊരു ഏരിയ, അങ്ങനെ തന്നെ കല്ലിക്കണ്ടി, ചീക്കൊന്ന്, ഇങ്ങനെ തുടങ്ങിയിട്ട് കുറേ നാടുകൾ മൊത്തത്തിൽ മുജാഹിദുകളായി പോയിരുന്നു. ഞാനൊക്കെ ജനിക്കുന്നതിന് മുമ്പ് കുറ്റ്യാടി, അതിന്റെ പരിസരങ്ങൾ, അതൊക്കെ ഞങ്ങളൊക്കെ ജനിക്കുന്നതിന് മുമ്പ് ഓരോ നാടുകൾ അങ്ങനെ തന്നെ മുജാഹിദായി പോവുക, ജമാഅത്തെ ഇസ്ലാമിയായി പോവുക. ഇങ്ങനെ വ്യാപകമായ പ്ലേഗ് രോഗം പോലെ, വസൂരി രോഗം പോലെ, കോളറ രോഗം പോലെ പടർന്നു പിടിച്ചിരുന്നു ഓരോ പ്രദേശത്ത്. അങ്ങനെ തന്നെ പിന്നെ ആ പ്രദേശത്ത് സുന്നികൾക്ക് പള്ളിയില്ല, സുന്നികളെ പള്ളി അവരുടേതായി. പിന്നെ അവിടെ സുന്നികൾക്ക് മദ്രസയില്ല, അത് മുജാഹിദിന്റേതായി. ഇങ്ങനെ പടർന്നു പിടിച്ചിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. അൽഹംദുലില്ലാഹ്, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ സംഘടനകൾ വളരുകയും മഹാനായ മർഹൂം ഇ.കെ. ഹസൻ മുസ്ലിയാർ നവറല്ലാഹു മർഖദഹു മഹാനവറുകളെ പോലെ, ശൈഖുന കാന്തപുരം ഉസ്താദ് തവല്ലല്ലാഹു ഉംറഹു മാ സിഹത്തി വൽ ആഫിയ ഉസ്താദവറുകളെ പോലെ, അതുപോലെയുള്ള പണ്ഡിതന്മാർ രംഗത്ത് വന്നു. അവർ ശക്തിയുക്തം അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ എതിരാളികളെ നെഞ്ഞോക്കോടുകൂടി സ്ഥിരം ഖണ്ഡന പ്രസംഗങ്ങളിലൂടെയും സംവാദങ്ങളിലൂടെയും നേരിട്ടപ്പോൾ, ഇപ്പോൾ നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയില്ല ഏതെങ്കിലും ഒരു നാട് അങ്ങനെ തന്നെ മുജാഹിദായി പോയി എന്ന് ചൂണ്ടിക്കാണിക്കാൻ ഈ കാലത്ത് കഴിയില്ല. അത് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ സംഘടനകൾ, SYS-ഉം SSF-ഉം ജമിയത്തുൽ ഉലമയും അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ സംഘടനകളുടെ പ്രവർത്തനങ്ങളും പണ്ഡിതന്മാരുടെ വിശ്രമമില്ലാത്ത അവരുടെ ആശയപ്രചരണവുമാണ് അതിന് കാരണം എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇപ്പോൾ ഏതെങ്കിലും ഒരാൾക്ക് എവിടെയെങ്കിലും പോളിയോ പിടിക്കുന്നത് പോലെ, എവിടെയെങ്കിലും ഒന്നോ രണ്ടോ ആളുകൾക്ക് ഛർദി അതിസാരം വരുന്നത് പോലെ, ഒന്നോ രണ്ടോ ആളുകൾക്ക് പൊട്ടിയും വസൂരിയും വരുന്നത് പോലെ, അവിടെയും ഇവിടെയുമൊക്കെ അല്ലാഹു തആല ഹിദായത്ത് ഉദ്ദേശിക്കാത്ത ചിലർക്ക് എന്തെങ്കിലും വിശ്വാസപരമായ അബദ്ധങ്ങൾ സംഭവിക്കുന്നുണ്ടാകാം. ഒന്നായിട്ടൊരു നാടങ്ങനെ തന്നെ ബിദ്അവൽക്കരിച്ചു പോവുക എന്നത് ഇപ്പോൾ ഇല്ല. അത് സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാരുടെ പ്രസംഗത്തിന്റെയും പ്രവർത്തനത്തിന്റെയും ഫലമാണ്. അല്ലാഹു അതിന് പ്രവർത്തിക്കുന്നവർക്കും സഹായിക്കുന്നവർക്കും സഹകരിക്കുന്നവർക്കും ആഖിറത്തിൽ പ്രതിഫലം നൽകുമാറാകട്ടെ എന്ന് ആമുഖമായി ഞാൻ ദുആ നടത്തുകയാണ്. 2 ദിവസം മുമ്പ് സഹീഹുൽ ബുഖാരിയിൽ നിന്നൊരു ഹദീസ് സിറാജുൽ ഹുദയിൽ സഹീഹുൽ ബുഖാരി എന്ന മുതഅല്ലിമീങ്ങൾക്ക് ഞാൻ ഓതിക്കൊടുത്തു. ഇന്ന മിൻ അശ്റാത്തിസ് സാഅതി, ഖിയാമത്ത് തങ്ങളുടെ അടയാളങ്ങളിൽ പെട്ടതാണ്, അയ്യത്തില്ലൽ ഇൽമു വയക്സുറൽ ജഹ്ലു, ഇൽമു കുറയുക, വിവരക്കേട് വർദ്ധിക്കുക, വയക്സുറ സിന, വ്യഭിചാരം വർദ്ധിക്കുക, വയക്സുറ ശുർബുൽ ഖം, മദ്യപാനം വർദ്ധിക്കുക. ഇതൊക്കെ ഖിയാമത്ത് നാളിന്റെ അടയാളങ്ങളിൽ പെട്ടതാണ്. നിങ്ങൾ മനസ്സിലാക്കണം, ആലിമീങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലം മുതൽ ഇന്ന് വരെ ഖുർആൻ ഓതി മദ്യപാനത്തിനെതിരെ വഅദ് പറയുന്നു. ആലിമീങ്ങൾ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലം മുതൽ ഇന്ന് വരെ വ്യഭിചാരത്തിനെതിരെ വഅദ് പറയുന്നു. ആലിമീങ്ങൾ അന്ന് മുതൽ ഇന്ന് വരെ ധാരാളം കിതാബുകൾ രചിക്കുകയും ഇൽമു പറയുകയും ചെയ്യുന്നു. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഖിയാമത്ത് നാൾ അടുത്തുകൊണ്ടിരിക്കുമ്പോൾ വ്യഭിചാരം വർദ്ധിക്കും, മദ്യപാനം വർദ്ധിക്കും, വിവരക്കേട് വർദ്ധിക്കും. അത് അല്ലാഹുവിന്റെ തീരുമാനമാണ്. ആ തീരുമാനം നടപ്പാകും. എന്നാൽ ആലിമീങ്ങൾ മദ്യപാനത്തിനെതിരെ ഞങ്ങൾ വഅദ് പറഞ്ഞിട്ട് പിന്നെയും മദ്യപാനം വർദ്ധിക്കുന്നുണ്ടല്ലോ, ഞങ്ങൾ വ്യഭിചാരത്തിനെതിരെ
വഅദ് പറഞ്ഞിട്ടും വ്യഭിചാരം വർദ്ധിക്കുന്നുണ്ടല്ലോ, ഞങ്ങൾ വിവരക്കേടിനെതിരെ വഅദ് പറഞ്ഞിട്ട് പിന്നെയും വിവരക്കേട് വർദ്ധിക്കുന്നുണ്ടല്ലോ എന്ന് മനസ്സിലാക്കിയ ആലിമീങ്ങൾ അവർ വ്യഭിചാരത്തിനെതിരെ, മദ്യത്തിനെതിരെ, വിവരക്കേടിനെതിരെയുള്ള വഅദ് നിർത്താൻ അവർക്ക് അധികാരവും അവകാശവും ഇല്ല. അവരെങ്ങാനും ആ വഅദും കൂടി നിർത്തിയാൽ ഇവിടെ മദ്യപാനികൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ, വ്യഭിചാരികൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ, വിവരമില്ലാത്തവർ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് ആലിമീങ്ങൾ അവരുടെ ഡ്യൂട്ടി തുടർന്നുകൊണ്ടേയിരിക്കണം. ആ ഒരു കടപ്പാടാണ് നാം നിർവഹിക്കുന്നത് എന്ന് ആമുഖമായി സഹോദരന്മാരോട് ഞാൻ ഉണർത്തുകയാണ്. ഞാൻ വിഷയത്തിലേക്ക് കടക്കും. സഹോദരന്മാരെ, മുജാഹിദുകൾ 3 വിഭാഗം ഇപ്പോൾ കേരളത്തിൽ ഉണ്ട്. 3 വിഭാഗം മുജാഹിദുകളുണ്ട്. 3 മുജാഹിദുകളും വെവ്വേറെ അവർ പരസ്പരമുള്ള എതിർപ്പുകളുടെ കാര്യത്തിൽ ഖുർആനിലെ ആയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഉദ്ധരിക്കുന്നുണ്ട്. ഏതാണ് ശരിയെന്ന് ഇതുവരെയും അവർക്ക് തീരുമാനമായിട്ടില്ല. ഒരു 3 കക്ഷികൾ, 3 വിഭാഗം മുജാഹിദുകൾ ഇന്ന് കേരളത്തിൽ ഉണ്ട്. അവർ വെവ്വേറെ സമ്മേളനങ്ങൾ വെക്കുന്നുമുണ്ട്. ഇവിടെ തന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അവർക്ക് സംഘടനാപരമായ ഭിന്നതയല്ല, സുന്നികൾക്കിടയിലുള്ളത് സംഘടനാപരമായ ഭിന്നതയാണ്. അതേസമയത്ത് നയപരമായ ഭിന്നതയാണ്. മുജാഹിദുകൾക്കിടയിൽ ആശയപരമായ ഭിന്നതയാണ്. അങ്ങനെ ആശയപരമായി 3 വിഭാഗം ഇന്ന് മുജാഹിദുകളുടെ കൂട്ടത്തിൽ കേരളത്തിലുണ്ട്. ജമാഅത്ത് ഇസ്ലാമിയുണ്ട്, ഖാദിയാനികൾ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ശേഷം നബിയുണ്ടെന്ന് പറയുന്ന ഖാദിയാനികൾ ഉണ്ട്. കള്ളത്തരീഖത്തുകാരായി പരിശുദ്ധ ഖുർആനിലെ ആയത്ത് ഉദ്ധരിച്ചുകൊണ്ട് നിസ്കരിക്കേണ്ടതില്ലെന്ന് പറയുന്നവരും ഉണ്ട്. അതുപോലെ എത്രയോ ആയിരക്കണക്കിന് പാർട്ടികളായി ഇവിടെ ധാരാളം കക്ഷികൾ ഉണ്ട്. ഒരു കക്ഷിയും പറയുന്നില്ല ഞങ്ങൾക്ക് ഖുർആനിൽ തെളിവില്ല എന്ന് പറയുന്ന ഒരു കക്ഷിയും ഇല്ല. ഞങ്ങളെ എതിരാളികളുടെ കയ്യിലാണ് ഖുർആനിൽ തെളിവുള്ളത് എന്നും ഒരു കക്ഷിയും പറയുന്നില്ല. എല്ലാവരും അവകാശവാദം ഉന്നയിക്കുന്നത് അവനവനാണ് ഖുർആൻ തെളിവുള്ളത്, മറുഭാഗം ഖുർആനിനെതിരാണ് എന്നാണ് എല്ലാ കക്ഷികളും വാദിച്ചു കൊണ്ടിരിക്കുന്നത്. എന്നാൽ സഹോദരന്മാര്, നിങ്ങൾ ഓർക്കണം, ഇവിടെ അഹ്ലുസുന്നത്തി വൽ ജമാഅ അവരുടെ പ്രത്യേകത എന്താണ്? ഖാദിയാനികളിൽ നിന്നും വ്യാജ ത്വരീഖത്തുകാരിൽ നിന്നും സംഘടന പിളർന്നിട്ട് രണ്ടായതും ഒറ്റ സംഘടനയും പാടില്ലെന്ന് പറയുന്ന മുജാഹിദും ജമാഅത്ത് ഇസ്ലാമി ഒക്കെയുമായി സുന്നത്ത് ജമാഅത്ത് വേർതിരിയുന്നത് എവിടെയാണ്? സുന്നത്ത് ജമാഅത്ത് ആ വാക്ക് തന്നെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നടപടിയും അൽ ജമാഅ മഹാന്മാരായ സഹാബത്ത് മുതൽ ഇന്ന് വരെയുള്ള മുസ്ലിം കൂട്ടായ്മയും സ്വീകരിക്കുന്നവർ എന്നാണ് അവരുടെ പേര് തന്നെ. മുസ്ലിം കൂട്ടായ്മ, മുസ്ലിം ഐക്യം, അത് അംഗീകരിക്കുന്നവർ, ആശയപരമായ കൂട്ടായ്മ, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുതൽ ഇന്ന് വരെ തുടർന്നുകൊണ്ടിരിക്കുന്ന ആശയം, അത് അംഗീകരിക്കുന്നവരാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅ. ഇത് മറ്റാർക്കും അവകാശപ്പെടാൻ കഴിയില്ല. ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു അവിടുത്തെ സ്വഹീഹ് മുസ്ലിമിന്റെ 1-ാം വാള്യം 53-ാം പേജിൽ തുടക്കത്തിൽ തന്നെ ബഹുമാനപ്പെട്ട ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു എടുത്തുദ്ധരിച്ചതായി നമുക്ക് കാണാം. ഇമാം നബി റഹ്മത്തുള്ളാഹി തങ്ങൾ കൊടുത്ത ബാബു ബയാനി അന്നൽ ഇസ്നാദ മിനദ്ദീൻ, ദീൻ, പരിശുദ്ധ ദീനുൽ ഇസ്ലാം, അതിന്റെ ഭാഗമാണ് സനദുകൾ. അസ്നാദ് എന്നും ഇസ്നാദ് എന്നും വേണമെങ്കിൽ പറയാം. നമ്മൾ മുതൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരെ ചെന്നെത്തുന്ന പരമ്പര, അത് ദീനിന്റെ ഒരു ഭാഗമാണ്. ബുഖാരി, മുസ്ലിം എന്ന് നമ്മൾ പറയുന്ന സഹീഹ് മുസ്ലിമിലെ ഒരു അധ്യായം, അതിൽ മഹാനവറുകൾ എടുത്തുദ്ധരിക്കുന്നത് കാണാം. മഹാനായ അബ്ദുല്ലാഹ് ഇബ്നുൽ മുബാറക് റളിയല്ലാഹു അൻഹു പറഞ്ഞു,
അൽ ഇസ്നാദു മിനദ്ദീൻ, ദീനിന്റെ ഭാഗമാണ് ഈ പാരമ്പര്യമായി ലഭിക്കുക എന്ന്. വലൗലൽ ഇസ്നാദു, അങ്ങനെ പാരമ്പര്യമായി ലഭിക്കുക എന്നത് ഇല്ലായിരുന്നു എങ്കിൽ ലഖാല മൻ ശാഅ മാ ശാഅ, ഓരോരുത്തരും ഇഷ്ടം പോലെ പറയും. കാരണം അതിന് മുൻഗാമികൾ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? മുൻഗാമികളുടെ വാചകത്തിൽ തെളിവുണ്ടോ? അത് നമുക്ക് പരമ്പരാഗതമായി കിട്ടിയതാണോ എന്ന് നോക്കാതെ ഏത് മനുഷ്യരും നാവുകൊണ്ട് എന്തും പറയാൻ കഴിയും. അതുകൊണ്ട് ഏതെങ്കിലും ഒരു മനുഷ്യൻ വന്ന് എന്തെങ്കിലും ഖുർആനോ ഹദീസോ ഉദ്ധരിച്ച് പറഞ്ഞാൽ അത് ഇസ്ലാമാവൂല. ഇസ്ലാം അത് പാരമ്പര്യമായി ലഭിച്ചത് തന്നെയാകണം. സഹീഹുൽ ബുഖാരി, സഹീഹ് മുസ്ലിം എന്ന് നമ്മൾ പറയുന്ന സഹീഹ് മുസ്ലിമിന്റെ ആദ്യത്തെ ഭാഗത്ത് തന്നെ മഹാനവറുകൾ കൊടുക്കുന്ന മഹാന്മാരായ താബിഈകളുടെയും സഹാബത്തിന്റെയും വാചകങ്ങൾ ഉദ്ധരിക്കുന്ന സ്ഥലത്ത് എടുത്തു പറഞ്ഞ മഹാനായ അബ്ദുല്ലാഹ് ഇബ്നുൽ മുബാറക് റളിയല്ലാഹു അൻഹുവിന്റെ ഈ വചനം മുസ്ലിമീങ്ങൾ എപ്പോഴും മനസ്സിൽ ഓർമ്മിക്കണം. കക്ഷികൾ ഇനിയും പുതിയത് പലതും വരും. ഒരുപാട് മുമ്പ് കഴിഞ്ഞ് അവകളൊക്കെ നിർജീവമായി നശിച്ചു പോയതും ഉണ്ട്. പക്ഷേ പാരമ്പര്യമില്ലാതെ ഉള്ള ഒരു ആദർശവും ആശയവും അത് ഇസ്ലാമായി അംഗീകരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ പരിശുദ്ധ ഖുർആൻ നമ്മളോട് പറഞ്ഞത് നിങ്ങൾ നോക്കൂ. വമാ അർസൽനാ മിൻ ഖബ്ലിക ഇല്ലാ റിജാലൻ നൂഹി ഇലൈഹിം, ഓ നബിയെ, അങ്ങയ്ക്ക് മുമ്പ് വഹി അറിയിച്ചുകൊണ്ട് പുരുഷന്മാരെ അല്ലാതെ നമ്മൾ പറഞ്ഞയച്ചിട്ടില്ല. പുരുഷന്മാരായ നബിമാരാണ് മുമ്പേ വന്നത്. തങ്ങളും പുരുഷനാണ്. അങ്ങനെ അതിന്റെ പാരമ്പര്യം തന്നെ അങ്ങനെയാണ്. പുരുഷനല്ലാതെ നമ്മൾ റസൂലായി നബിയായി അയച്ചിട്ടില്ല. ഇത് പറഞ്ഞുകൊണ്ട് അല്ലാഹു പറയാണ്, ഫസ്അലൂ അഹ്ലദ്ദിക്രി ഇൻ കുൻതും ലാ തഅലമൂന ബിൽ ബയ്യിനാതി വസ്സുബർ. അതുകൊണ്ട് തെളിവുകളെ സംബന്ധിച്ചും പ്രമാണങ്ങളെ കുറിച്ചും നിങ്ങൾക്ക് സ്വന്തം വിവരമില്ലാത്തവരാണെങ്കിൽ നിങ്ങൾ വിവരമുള്ള ആളുകളോട് ചോദിച്ച് അവര് പറഞ്ഞതുപോലെ നടന്നോ. വഅൻസൽനാ ഇലൈക അദ്ദിക്ര ലിതുബയ്യിന ലിന്നാസി മാ നുസില ഇലൈഹിം, നബിയെ, തങ്ങളിലേക്ക് ഈ പരിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചു തന്നിട്ടുള്ളത് ജനങ്ങൾക്ക് തങ്ങൾ വിശദീകരിച്ചു കൊടുക്കാൻ വേണ്ടിയാണ്. വലഅല്ലഹും യതഫക്കറൂൻ, അവര് ചിന്തിച്ച് മനസ്സിലാക്കാനുമാണ്. അപ്പൊ പരിശുദ്ധ ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിവരിക്കേണ്ടതുണ്ട്. അത് വിവരിക്കുന്നത് നേരിൽ കേട്ടവരാണ് സഹാബത്ത്. നബി തങ്ങൾ കാണിച്ചു കൊടുത്ത് നേരിൽ ഗ്രഹിച്ചവരാണ് സഹാബത്ത്. അവര് മുതൽക്ക് ഇങ്ങനെ പരമ്പരാഗതമായി മാത്രമേ ഈ ദീൻ മനസ്സിലാക്കാൻ കഴിയൂ. വലഅല്ലഹും യതഫക്കറൂൻ, എന്നാൽ ചില കാര്യങ്ങൾ പരിശുദ്ധ ഖുർആനിൽ വ്യക്തമായി പറയാത്തതുണ്ടാകാം, ഹദീസിൽ വ്യക്തമായി പറയാത്തതുണ്ടാകാം. അതിന്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതേ, അൽ ഹലാലു ബയ്യിനുൻ വൽ ഹറാമു ബയ്യിനുൻ, വ്യക്തമായതാണ് വ്യക്തമായ ഹലാലുകൾ, വ്യക്തമായ ഹറാമുകൾ അങ്ങനെയുണ്ട്. വബൈനഹുമാ ഉമൂറും മുശബ്ബഹാത്തുൻ, എന്നാൽ വ്യക്തമായി പറയപ്പെടാത്ത ചില സംഗതികൾ ഉണ്ട്. ലാ യഅലമുഹുന്ന കസീറും മിനന്നാസ്, അധികം ആളുകൾക്കും അത് മനസ്സിലാക്കാൻ കഴിയില്ല. അത് മനസ്സിലാക്കാൻ കഴിയുന്നവരാരാണ്? അത് ഖുർആനും ഹദീസും പഠിപ്പിച്ചിട്ടുണ്ട്. വമാ യഖിലുഹാ ഇല്ലൽ ആലിമൂൻ, അത് ആലിമീങ്ങൾക്ക് മാത്രമേ, പണ്ഡിതന്മാർക്ക് മാത്രമേ അറിയാൻ കഴിയൂ. സഹോദരന്മാരെ, അത് തന്നെ പരിശുദ്ധ ഖുർആൻ മറ്റൊരു സ്ഥലത്ത് പറയുന്നുമുണ്ട്, ഖുൽ ഹൽ യസ്തവിൽ ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂൻ, അറിവുള്ളവരും ഇല്ലാത്തവരും തുല്യമാണോ? ഒരിക്കലും തുല്യമല്ല. ഇനി നിങ്ങൾ മനസ്സിലാക്കണം, അത് തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അന്ത്യനാളാകുന്ന സമയത്ത് വിവരക്കേട് വർദ്ധിക്കും എന്ന് പറഞ്ഞില്ലേ? ആ കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു ഹദീസിൽ പറയുന്ന ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്നു. വിവരമുള്ളവരെല്ലാം മരിച്ചു തീർന്നു പോകും. അങ്ങനെ അവസാനം ഹത്താ ഇദാ ലം യബ്ഖ ആലിമുൻ, ഒരു മുജ്തഹിദായ പണ്ഡിതനും ഒരു ആലിമും മുജ്തഹിദായ ഒരു ഇമാമും ഇല്ലാത്ത കാലം വരും. അപ്പോൾ ജനങ്ങൾ എന്തു ചെയ്യും? അതേ, ഇത്തഖദന്നാസു റൂസൻ ജുഹാല,
ജനങ്ങൾ പിടിച്ചിട്ടതാ ചില വിവരമില്ലാത്ത ആളുകളെ നേതാക്കളാക്കും. ഫസുയിലു, അവരോട് ചോദിക്കപ്പെടും. ഫഅത്തവു, അവർ സ്വന്തം തന്നെ മറുപടി അങ്ങ് പറയും. വിവരമുള്ളവരെന്ത് പറഞ്ഞുവെന്ന് നോക്കിയിട്ടല്ല അവരുടെ മറുപടി, ഇമാമിങ്ങൾ എന്ത് പറഞ്ഞുവെന്ന് നോക്കിയിട്ടല്ല അവരെ മറുപടി, അവര് സ്വന്തം തന്നെ മറുപടി അങ്ങ് പറയും. ഫളല്ലൂ അളല്ലൂ, അങ്ങനെ ഈ മറുപടി പറയുന്ന ഇവരും പിഴച്ചുപോയി, അവരനുയായികളെ മുഴുവനും അവർ പിഴപ്പിക്കുകയും ചെയ്തു. ഇങ്ങനെ ഒരു കാലം വരുമെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ പഠിപ്പിക്കുകയാണ്. ഇതാണ് വാസ്തവത്തിൽ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തും അല്ലാത്ത കക്ഷികളും തമ്മിൽ വേർതിരിയുന്ന രംഗം. നമുക്ക് ഏത് വിഷയവും നമ്മുടെ മുൻഗാമികളായ ആലിമീങ്ങൾ മുഖേന, ഇമാമിങ്ങൾ മുഖേന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരെ എത്തുന്ന പരമ്പരയിലൂടെ നമുക്ക് ലഭിക്കണം. അങ്ങനെ ലഭിക്കുന്നതാണ് നാം സ്വീകരിക്കുന്നത്. ഖുർആനും ഹദീസും ആർക്കും എങ്ങനെയും വളച്ചൊടിക്കാൻ കഴിയും. ഖാദിയാനിയും ഖുർആൻ ഓതുന്നുണ്ട്, ക്രിസ്ത്യാനിയും ഓതുന്നുണ്ട്. അലവി മൗലവി എന്നുണ്ട്, മഞ്ചേരിയിൽ ഒരു മൗലവിയുണ്ട്. അയാളെ ബാപ്പയും ഉമ്മയൊക്കെ മുസ്ലിം ആയിരുന്നു. അയാൾ എന്ത് ചെയ്തു? അയാൾ ക്രിസ്ത്യാനിയായി. അയാൾ ക്രിസ്ത്യാനിയായിട്ട് അലവി ഫാദറായി. അയാൾ ഖുർആൻ ഓതുന്നുണ്ട്, ക്രിസ്തു മതമാണ് ശരി എന്നുള്ള ഇരിക്കുന്നത് ഖുർആൻ ഓതുന്നുണ്ട്. അപ്പൊ ആർക്കും എന്തും ദുർവ്യാഖ്യാനം ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് ഞാൻ ആദ്യമായി പറയട്ടെ, നമ്മൾ നമ്മുടെ മുൻഗാമികളായ ഇമാമിങ്ങൾ, ആ ഇമാമിങ്ങളുടെ പരമ്പര മുറിയാതെ നമ്മൾ ആശയം മുറുകെ പിടിച്ച് ജീവിക്കുന്നവരാണ്. അങ്ങനെ ഒരു പരമ്പര സുന്നത്ത് ജമാഅത്ത് അല്ലാത്തവർക്ക് കാണിക്കാൻ സാധ്യമല്ല. ഞാൻ പറയാം, ബഹുമാനപ്പെട്ട ശംസുൽ ഉലമാ ഖുതുബി മുഹമ്മദ് മുസ്ലിയാർ നവറല്ലാഹു മർഖദഹ മഹാനവറുകളാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ വിരോധികൾ. കടവത്തൂരിലും കുറ്റ്യാടിയിലും അതുപോലെയുള്ള സ്ഥലങ്ങളിൽ അവരുടെ പിഴച്ച ആശയങ്ങൾ പ്രചരിപ്പിച്ചപ്പോൾ നാദാപുരത്തിന്റെ മണ്ണിലും പരിസരങ്ങളിലും ആ ആശയം കടക്കാതെ സൂക്ഷിക്കാൻ പണ്ഡിതന്മാർക്കും നേതാക്കൾക്കും ജനങ്ങൾക്കും എല്ലാ നേതൃത്വവും നൽകിയത് ശംസുൽ ഉലമാ ഖുതുബി മുഹമ്മദ് മുസ്ലിയാർ നവറല്ലാഹു മർഖദഹു തങ്ങളാണ്. മഹാനവറുകളുടെ നേതൃത്വത്തിലാണ് പുളിക്കൂലിൽ വെച്ച്, നാദാപുരം പുളിക്കൂലിൽ വെച്ച് മുജാഹിദുകളുമായി വാദപ്രതിവാദം നടന്നത്. ആ വാദപ്രതിവാദത്തിലാണ് ലാ തൻഖതിഉ കറാമത്തുൽ ഔലിയാഇ ബിമൗതിഹിം, ഔലിയാക്കളുടെ കറാമത്ത് മരണം കൊണ്ട് നിലച്ചു പോവുകയില്ല എന്ന് പറയുന്ന സ്ഥലത്ത് തൻഖതിഉ എന്നാക്കി ലാ ഒഴിവാക്കി വായിച്ചപ്പോൾ മഹാനായ കണ്ണിയത്ത് ഉസ്താദ്, അതുപോലെ തറക്കണ്ടി അബ്ദുറഹ്മാൻ മുസ്ലിയാർ നവറല്ലാഹു മർഖദഹുമാ ലാ കട്ടതോ എന്ന് ചോദിക്കുകയും ചെയ്തത്. ആ മഹാനായ ശംസുൽ ഉലമാ ഖുതുബി മുഹമ്മദ് മുസ്ലിയാരുടെ ശിഷ്യന്മാരാണ് നമ്മൾ കണ്ട വലിയ വലിയ ആലിമീങ്ങൾ. ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദ്, കെ സദഖുല്ലാഹ് മുസ്ലിയാർ, കെ അബൂബക്കർ മുസ്ലിയാർ, അതുപോലെ കാങ്ങാട്ട് കുഞ്ഞബ്ദുള്ള മുസ്ലിയാർ, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള വലിയ വലിയ ആലിമീങ്ങൾ, അവരൊക്കെ ബഹുമാനപ്പെട്ട ശംസുൽ ഉലമാ ഖുതുബി മുഹമ്മദ് മുസ്ലിയാർ അവരുടെ ശിഷ്യന്മാരാണ്. ബഹുമാനപ്പെട്ട ഉള്ളാൾ തങ്ങൾ ശംസുൽ ഉലമാ ഖുതുബി മുഹമ്മദ് മുസ്ലിയാരിൽ ഇജാസത്ത് വാങ്ങിയിട്ടുള്ള ആളാണ്. അങ്ങനെയുള്ള മഹാനായ ശംസുൽ ഉലമാ ഖുതുബി മുഹമ്മദ് മുസ്ലിയാർ ഹിജ്റ 1299 ജനിച്ച് 1385 മരണപ്പെട്ടു. മഹാനവറുകളുടെ ഗുരുവര്യരാണ് കുഞ്ഞഹമ്മദ് ഹാജി തിരൂരങ്ങാടി. 1338 വഫാത്തായി. മഹാനവറുകളുടെ ഉസ്താദാണ് അബ്ദുൽ അസീസ് മുസ്ലിയാർ വളപ്പിൽ. 1322 വഫാത്തായി. മഹാനവറുകളാണ് ബദർ മൗലിദ് ഉണ്ടാക്കിയത്. മഹാനവറുകളുടെ ഉസ്താദാണ് അലി ഹസൻ കോയക്കുട്ടി മുസ്ലിയാർ. 1207 വഫാത്തായി. മഹാനവറുകളുടെ ഉസ്താദാണ് സൈനുദ്ദീൻ റംലി, സൈനുദ്ദീൻ മഖ്ദൂം അൽ അഖീർ. അവർ രണ്ടുപേരും ഒരാൾ 1309 1305 ഓരോരുത്തരും വഫാത്തായി. അവരുടെ ഉസ്താദാണ് ഉമർ ഖാദി റളിയല്ലാഹു അൻഹു. 1273 വഫാത്തായി. ഉമർ ഖാദിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിച്ച് എത്രയോ ഇസ്തിഗാസ ചെയ്യുന്ന, പദ്യം ചൊല്ലിയതും, അല്ലാഹുവിന്റെ റസൂലിന്റെ റൗള ശരീഫ്
ഖബറിന്റെ അടുക്കൽ ചെന്ന് റസൂലുള്ളാഹിനെ വിളിച്ച് തേടിയപ്പോൾ അവിടെ വെച്ച് വാതിൽ തുറന്നത് ഉമർ ഖാദി റളിയല്ലാഹു അൻഹുവാണ്. മഹാനവറുകളുടെ ഉസ്താദാണ് മമ്മിക്കുട്ടി ഖാദി. 1217 വഫാത്തായി. അവരുടെ ഉസ്താദാണ് അലി ഹസൻ അൽ അവൽ മഖ്ദൂം. 1200 വഫാത്തായി. മഹാനവറുടെ ഉസ്താദ് ശൈഖ് അഹമ്മദ് അവൽ മഖ്ദൂം 1179. ഇനി അങ്ങോട്ട് ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരെ നമ്മുടെ ഉസ്താദുമാരുടെ പരമ്പര, ഒരു പരമ്പര മാത്രം ഇപ്പോൾ വായിക്കുകയാണ്. നമുക്ക് മറുവശത്തിലുള്ള പരമ്പരയും കൂടി ഒന്ന് കേൾക്കാൻ ആഗ്രഹം ഉണ്ട്. അഡ്രസ് ഉണ്ടോ എന്നൊന്ന് നോക്കണല്ലോ ദീന് പറയുമ്പോ. സഹോദരന്മാരെ, ഖാജ അഹമ്മദ് മഖ്ദൂം 1160, നൂറുദ്ദീൻ മഖ്ദൂം 1153, മഖ്ദൂം അബ്ദുൽ അസീസ് സാലിസ് 1130, അബ്ദുറഹ്മാൻ മഖ്ദൂം 1110, ഉസ്മാൻ മഖ്ദൂം 1077, അബ്ദുറഹ്മാൻ മഖ്ദൂം 1029, അഹമ്മദ് സൈനുദ്ദീൻ മഖ്ദൂം 1028. ഫത്ഹുൽ മുഈനിന്റെ മുസന്നിഫാണ്. മഹാനവറുകളെ ഗുരുവര്യരാണ്. ഖാതിമത്തുൽ മുഹഖഖീൻ അഹ്മദ് ഇബ്നു ഹജർ അൽ ഹൈതമി റളിയല്ലാഹു അൻഹു 973 മഹാനവറുകളെ ഗുരുവര്യരാണ്. ശൈഖുൽ ഇസ്ലാം സക്കരിയ അൽ അൻസാരി റളിയല്ലാഹു അൻഹു 926 മഹാനവറുകളെ ഉസ്താദാണ്. ഇമാം മഹല്ലി 864. മഹാനായ ഹാഫിദ് ഇബ്നു ഹജർ അൽ അസ്ഖലാനി റളിയല്ലാഹു അൻഹു ഫത്ഹുൽ ബാരി എഴുതിയ പരിശുദ്ധ സഹീഹുൽ ബുഖാരിയുടെ വ്യാഖ്യാനം എഴുതിയ ഇമാം അസ്ഖലാനി റളിയല്ലാഹു അൻഹു മഹാനവറുകളുടെ ഉസ്താദ. ബഹുമാനപ്പെട്ടവർക്ക് റസൂലുള്ളാഹിനെ വിളിച്ച് ഇസ്തിഗാസ ചെയ്ത ഓരോ ഗ്രന്ഥങ്ങളും ഒക്കെ ഇൻഷാ അല്ലാഹ് ഞാൻ വായിക്കാൻ പോകുന്നുണ്ട്. ഇനി സഹോദരന്മാരെ, മഹാനവറുകളുടെ ഗുരുവര്യരാണ്. അഹ്മദ് ഇബ്നു അബ്ദുറഹീം അൽ ഇറാഖി ഇമാം മഹല്ലിയുടെ ഉസ്താദാണ്. അബ്ദുറഹീം ഇബ്നു ഹുസൈൻ അൽ ഇറാഖി അവരുടെ ഗുരുവര്യരാണ്. മഹാനവറുകൾ അഹ്മദ് ഇബ്നു അബ്ദുറഹീം അൽ ഇറാഖി 826, അബ്ദുറഹീം ഇബ്നു ഹുസൈൻ അൽ ഇറാഖി 806, അലാവുദ്ദീൻ ഇബ്നു ഇബ്രാഹിം അൽ അഥാ 734 വഫാത്താണ്. ഇമാം നവവി റളിയല്ലാഹു അൻഹുവിന്റെ ശിഷ്യനാണ്. മഹാനവറുകളെ ഉസ്താദാണ് അൽ ഇമാം അബൂ സക്കരിയ യഹ്യ ഇബ്നു ശറഫ് അൻ-നബാവി റഹ്മത്തുള്ളാഹി അലൈഹി 676 മഹാനവറുകളെ ഉസ്താദാണ്. സുല്ലാർ ഇബ്നു ഹസൻ അൽ ഇർബലി 670 മഹാനവറുകളെ ഗുരുവര്യർ മുഹമ്മദ് ഇബ്നു മുഹമ്മദ് 667, അബ്ദുൽ ഗഫാർ അൽ ഖസ്വീനി മഹാനവർ ഗുരുവര്യരാണ് 665 മഹാനവറുകളെ ഉസ്താദാണ്. ഇമാം അബ്ദുൽ കരീം റാഫിഈ 623 മഹാനവറുകളെ ഉസ്താദാണ്. സ്വന്തം പിതാവായ അബുൽ ഫദ്ൽ മുഹമ്മദ് ഇബ്നു അബ്ദുൽ കരീം റാഫിഈ മഹാനവറുകൾ 580 മുഹമ്മദ് ഇബ്നു യഹ്യ നൈസാബൂരി മഹാനവറുകളെ ഉസ്താദാണ് 549 ബഹുമാനപ്പെട്ടവരുടെ ഗുരുവര്യരാണ്. ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദ് അൽ ഗസ്സാലി 505 മഹാനവറുകൾ ഗുരുവര്യരാണ്. ഇമാമുൽ ഹറമൈനി 478 മഹാനവറുകളുടെ ഗുരു അബൂ മുഹമ്മദ് അൽ ജുവൈനി 438 മഹാനവറുകളുടെ ഉസ്താദ് അബൂബക്കർ അബ്ദുല്ലാഹി ഇബ്നു അഹ്മദ് ഇബ്നു അൽ ഖഫാ അഹ്മദ് അൽ ഖഫാൽ 417 മഹാനവറുകളുടെ ഉസ്താദ് അബൂ ഇസ്ഹാഖ് അൽ മർവസിൽ കബീർ 340 അവരുടെ ഉസ്താദ് അബുൽ അബ്ബാസ് അഹ്മദ് അൽ ബഗ്ദാദി 306 മഹാനവറുകളുടെ ഉസ്താദാണ് അബുൽ ഖാസിം ഉസ്മാനുൽ അൻമാത്തി 288 മഹാനവറുകളുടെ ഉസ്താദാണ് അൽ മുസനി അബൂ ഇബ്രാഹിം ഇസ്മാഇൽ ഇബ്നു യഹ്യ 264 മഹാനവറുകളുടെ ഗുരുവര്യരാണ്. അൽ ഇമാം മുഹമ്മദ് ഇബ്നു ഇദ്രീസ് ശാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി ഹിജ്റ 204 വഫാത്ത് മഹാനവറുകളുടെ ഉസ്താദാണ്. അൽ ഇമാം മാലിക് ഇബ്നു അനസ് റളിയല്ലാഹു അൻഹു ഹിജ്റ 179 മഹാനവറുകളുടെ ഉസ്താദാണ്. നാഫി മൗല ഇബ്നു ഉമർ 117 മഹാനവറുകളുടെ ഉസ്താദാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മകൻ അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു 73 വഫാത്താണ്. ആ അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഗുരുവര്യരാണ് മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുതൽ പരമ്പര മുറിഞ്ഞു പോകാതെ ശംസുൽ ഉലമാ ഖുതുബി മുഹമ്മദ് മുസ്ലിയാർ വരെയും അതിനുശേഷം നമ്മുടെ പ്രഗൽഭരായ ആലിമീങ്ങൾ കീഴ ഉസ്താദ്, കണ്യത്ത് ഉസ്താദ്, ഇ കെ ഉസ്താദ്, ഉള്ളാൾ തങ്ങൾ, ഒക്കെ ഉസ്താദ്, സദഖത്തുള്ള മുസ്ലിയാർ തുടങ്ങിയ ആലിമീങ്ങൾ അവര് മുഖേന നമ്മുടെ ഉസ്താദുമാർക്ക് ലഭിക്കുകയും ആ ഉസ്താദുമാര് മുഖേന നമുക്ക് ലഭിക്കുകയും ചെയ്തതാണ് നമ്മൾ ഉൾക്കൊള്ളുന്ന പരിശുദ്ധ ദീനുൽ ഇസ്ലാം.
ഇത് വ്യക്തമായ അഡ്രസ് സഹിതമാണ് പറയുന്നത്. എന്നാൽ സഹോദരന്മാരെ, നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾ മറുവശത്തിന്റെ സനദ് ചോദിച്ചാൽ നമ്മൾ പറയാ അപ്പുറത്ത് വന്ന് പ്രസംഗിക്കുന്നത് ഹുസൈൻ സലഫി, ഹുസൈൻ സലഫിന്റെ ഉസ്താദ് ഉമർ മൗലവി, ഉമർ മൗലവിന്റെ ഉസ്താദ് കെ എം മൗലവി, മേലോട്ടുള്ളതൊക്കെ ഇപ്പറഞ്ഞ ഇമാമിങ്ങളാണ്, അവരെ കിതാബുകളാണ് ഞാനിവിടെ കൊണ്ടുവന്ന് നിരത്തിയത്. ഇതിൽ മുഴുവനും പറയുന്നത് അള്ളാഹുവിന്റെ റസൂലിനെ വിളിച്ച് തേടൽ വഫാത്തിന് ശേഷം പുണ്യമാണെന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തവസ്സുലാക്കൽ പുണ്യമാണെന്നാണ്. അങ്ങനെ ചെയ്തവരൊക്കെ കാഫറാണെന്ന്, മുശ്രിക്കാണെന്നാണ് ഇവരെ വാദം. അങ്ങനെ വരുമ്പോൾ ഉമർ മൗലവിന്റെ മേലെ, കെ എം മൗലവിന്റെ മേലെ ഇവരെ ഉസ്താദുമാര് മുഴുവനും മുശ്രിക്കീകളും കാഫിരീങ്ങളുമാണ് എന്ന് പറയുന്നൊരു സിദ്ധാന്തം ഞാൻ ചോദിക്കട്ടെ, ലോകത്തേതെങ്കിലും ഒരു മനുഷ്യന്റെ മുന്നിൽ കൊണ്ടുപോയി ഇത് അവതരിപ്പിക്കാൻ പറ്റുമോ? അല്ല. ഈ പറഞ്ഞ ഇമാമിങ്ങളെ കിതാബുകളിൽ ഒന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിച്ച് തേടൽ പുണ്യമാണെന്ന് പറഞ്ഞിട്ടില്ല. അള്ളാഹുവിന്റെ റസൂലിനെ ഇടയാളനാക്കൽ പുണ്യമാണെന്ന് പറഞ്ഞിട്ടില്ല എന്ന് വാദിക്കുന്ന ഏതെങ്കിലും ഒരു മുജാഹിദ് മൗലവി ലോകത്തുണ്ടെങ്കിൽ എന്റെ ഈ സദസ്സിൽ പങ്കെടുത്ത ആയിരങ്ങളോട് ഞാൻ പറയട്ടെ, നിങ്ങൾ വിനയപൂർവ്വം അദ്ദേഹത്തെയും വിളിച്ചു വന്ന് ഈ കിതാബുകൾ പരിശോധിക്കാൻ അവസരമൊരുക്കുക. നമ്മൾ പറയുന്നത് സത്യമാണെന്ന് നമുക്ക് 100% ഉറപ്പുണ്ട്. കാരണം ലോകത്ത് കഴിഞ്ഞുപോയ എല്ലാ ഇമാമീങ്ങളും അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിച്ചവരും അല്ലാഹുവിന്റെ റസൂലിനോട് തേടിയവരും അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇടയാളനാക്കിയവരും മാത്രമാണ്. ഇനി ഞാൻ കിതാബുകളിലേക്ക് കടക്കും. സഹോദരന്മാർ മനസ്സിലാക്കണം, ഇനിയാണ് നമ്മുടെ ഖണ്ഡന പ്രസംഗത്തിന്റെ ശരിയായ രുചി നമ്മുടെ സലഫി അറിയാൻ പോകുന്നത്. ഇനി അങ്ങോട്ട് കരയുദ്ധമാണ്. ഈ കരയുദ്ധത്തിൽ നിങ്ങൾക്ക് കാണാം, സലഫി വരട്ടെ, ഓരോ വരവും വരട്ടെ, ഞാൻ ഉദ്ധരിക്കുന്ന ഓരോ കിതാബുകളിലും ഉണ്ടോ ഇല്ലേ, രണ്ടിലൊന്ന് പറയണം. ഒന്നുകിൽ ഉണ്ടെന്ന് പറയണം, അല്ലെങ്കിൽ ഇല്ലെന്ന് പറയണം. ഞാൻ ഹുസൈൻ സലഫിയോടും പറയുന്നു, എല്ലാ മൗലവിമാരോടും പറയും. ആദ്യമായി പറയാം, മഹാനായ ഇബ്നു ഖൽദൂൻ അദ്ദേഹത്തിന്റെ ചരിത്ര ഗ്രന്ഥത്തിൽ പറഞ്ഞു, ഓ ജനങ്ങളെ, ലോകത്തുള്ള മുസ്ലിമീങ്ങളെല്ലാം 4 മദ്ഹബ് സ്വീകരിക്കണം എന്നതിൽ യോജിച്ചിരിക്കുന്നു. 4 മദ്ഹബ് സ്വീകരിക്കാതെ വഖദ് സാറ അഹ്ലുൽ ഇസ്ലാമിൽ യൗമ അലാ തഖ്ലീദി ഹഉലാഇൽ അഇമ്മത്തിൽ അർബഅ. 4 മദ്ഹബിന്റെ ഇമാമിങ്ങളെ സ്വീകരിക്കണം എന്നതിൽ ലോകത്ത് ഒരൊറ്റ മുസ്ലിമിനും തർക്കമില്ലാത്ത വിധം മുസ്ലിം ഐക്യം രൂപപ്പെട്ടിരിക്കുന്നു. മഹാനവറുകൾ പറയുകയാണ്, എന്നിട്ട് അഹ്മദ് ഇബ്നു ഹംബൽ, അബൂ ഹനീഫ, ശാഫിഈ, മാലിക് 4 മദ്ഹബിന്റെ ഇമാമിങ്ങളെ സംബന്ധിച്ച് മഹാനവറുകൾ വിശദമായി വിവരിക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ടവര് പറഞ്ഞു, ആ 4 മദ്ഹബ് സ്വീകരിക്കരുതെന്ന് പറഞ്ഞ ആരെങ്കിലും വന്നാൽ ആ വന്നവരോട് പറയാനുള്ളത് ഇതാ, വമുദ്ദഇൽ ഇജ്തിഹാദി ലിഹാദൽ അഹ്ദി മർദൂദുൻ അലാ അഖ്ദിഹി മഹ്ജൂറുൻ തഖ്ലീദുഹു. ഞാൻ തന്നെ ഖുർആനും ഹദീസും നോക്കി നിയമം കണ്ടെത്തും, ഒരു ഇമാമിന്റെയും ആവശ്യം ഇല്ല എന്ന് പറയുന്ന കക്ഷികൾ മർദൂദുൻ അലാ അഖ്ദിഹി, അവനെ വന്ന കാലിന്റെ മേലെ തിരിച്ചയക്കേണ്ടതാ. മഹ്ജൂറുൻ തഖ്ലീദുഹു, ആ 4 മദ്ഹബ് വിട്ടുകൊണ്ട് ആര് എന്ത് നിയമം ഖുർആനോ ഹദീസോ ഉദ്ധരിച്ച് പറഞ്ഞാലും അവനെ സ്വീകരിക്കാൻ ഒരു മുസ്ലിമിന് നിർവാഹമില്ല, തള്ളപ്പെടേണ്ടതാണ്. ഇത് ലോകത്ത് എല്ലാ ഇമാമുകളും പറഞ്ഞ ഒരാശയമാണ്. ഇനി ഞാൻ വിഷയത്തിലേക്ക് ഓരോന്നോരോന്നായി കടക്കട്ടെ. നമ്മുടെ ഒന്നാമത്തെ വിഷയം അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിച്ച് തേടാമോ, തേടിക്കൂടെ എന്നതാണ്. അതിന് ഞാൻ 4 മദ്ഹബിന്റെ കിതാബുകളും ഓരോരോ മദ്ഹബിൽ നിന്നെടുത്ത് ഉദ്ധരിക്കുന്നു. ആദ്യമായി ഉദ്ധരിക്കുന്നത് അൽ ഇമാമുൽ അഅ്ളം വൽ അഖ്ദം അബൂ ഹനീഫത്തുൽ കൂഫി റളിയല്ലാഹു അൻഹു. മഹാനവറുകളാണ് സഹാബത്തിനെ കണ്ട 4 മദ്ഹബിന്റെ ഇമാമിങ്ങളിൽ സഹാബികളെ നേരിൽ കണ്ട ഇമാം. ആ ഇമാം അബൂ ഹനീഫത്തുൽ കൂഫി റളിയല്ലാഹു അൻഹുവിന്റെ മദ്ഹബിലെ
ഏറ്റവും പ്രധാനപ്പെട്ട കിതാബാണ്. എല്ലാ ആളുകൾക്കും അറിയാം ഫത്ഹുൽ ഖദീർ അലൽ ഹിദായ. ഈ ഫത്ഹുൽ ഖദീറിൽ മഹാനായ ഇബ്നുൽ ഹുമാം റളിയല്ലാഹു അൻഹു പേരോട് എഴുതിയതാണെന്നൊന്നും തെറ്റിദ്ധരിക്കണ്ട. ഹിജ്റ 681 വഫാത്തായ ഇമാം ഇബ്നുൽ ഹുമാം റളിയല്ലാഹു അൻഹു ഹനഫി മദ്ഹബുകാരനാണ്. മഹാനവർകൾ എന്താണ് പറയുന്നതെന്ന് കേട്ടോളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബറിനടുക്കൽ ചെന്ന് എന്ത് ചെയ്യണം? ബഹുമാനപ്പെട്ടവർ പറയുകയാണ്, വയസ്അലുല്ലാഹ തആല ഹാജതഹു. നബിയുടെ ഖബറിന്റെ അടുക്കൽ ചെന്ന് മനുഷ്യന്റെ ആവശ്യം അല്ലാഹുവിനോട് ചോദിക്കണം. മുതവസ്സിലൻ ഇലല്ലാഹി ബിഹദ്റത്തി നബിഹി അലൈഹി സ്വലാത്തു വസ്സലാം വഅഅ്മുൽ മസാഇൽ വഅഹമ്മുഹാ അഅ്മുൽ മസാഇൽ വഅഹമ്മുഹാ സുആലു ഹുസ്നുൽ ഖാതിമതി വൽറിദ്വാൻ വൽമഗ്ഫിറ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബറിന്റെ അടുക്കൽ ചെന്ന് അല്ലാഹുവിന്റെ റസൂലിനെ ഇടയാളനാക്കി അവിടുത്തെ മഹത്തായ ഹദ്റത്തിൽ അല്ലാഹുവിനോട് ഹുസ്നുൽ ഖാതിമത്ത് കിട്ടാൻ വേണ്ടി, അവസാനം നന്നായി മരിക്കാൻ വേണ്ടി, അല്ലാഹുവിന്റെ പൊരുത്തം ലഭിക്കാൻ വേണ്ടി, പാപം പൊറുക്കാൻ വേണ്ടി നബിയുടെ ഖബറിനടുക്കൽ ചെന്ന് ഇടയാളനാക്കി പറയണം. സുമ്മ യസ്അലു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം അശ്ശഫാഅ. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് തന്നെ, നബിയേ എനിക്ക് ശുപാർശ ചെയ്യണേ, എനിക്ക് റെക്കമെൻഡ് ചെയ്യണേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് തന്നെ പറയണം. എന്താണ് അദ്ദേഹം പറയേണ്ടത് റസൂലുള്ളാഹിനോട്? ഹനഫി മദ്ഹബിലെ ഏറ്റവും മുഅ്തമദായ കിതാബ് പറയാൻ, ഫയഖൂലു, അദ്ദേഹം പറയണം, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, അസ്അലുക അശ്ശഫാഅത യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ ഞാൻ തങ്ങളോട് ശഫാഅത്ത് ചോദിക്കുന്നു നബിയേ എന്ന് പറയണം. അസ്അലുക അശ്ശഫാഅ, ഞാൻ തങ്ങളോട് ശഫാഅത്ത് ചോദിക്കുന്നു നബിയേ. ആവർത്തിച്ച് വീണ്ടും പറയുകയാണ്, വഅതവസ്സലു ബിക ഇലല്ലാഹി ഫീ അൻ അമൂത മുസ്ലിമൻ അലാ മില്ലതിക വസുന്നതിക. നബിയേ തങ്ങളുടെ മാർഗത്തിലും തങ്ങളുടെ സുന്നത്തിലുമായി ഞാനൊന്ന് മരിച്ചു കിട്ടാൻ ഞാൻ തങ്ങളെ ഇടയാളനാക്കുന്നു നബിയേ. വയദ്കുറു കുല്ലമാ കാന മിൻ ഖബീൽ ഇസ്തിഗ്ഫാഫി വദ്ദിഫ്ഖി. അവിടെ വെച്ച് വളരെ വിനയത്തോടെയും താഴ്മയോടെയും അല്ലാഹുവിന്റെ റസൂലിനെ ഇടയാളനാക്കുകയും വേണം. റസൂലുള്ളാഹിനോട് നല്ല നിലക്ക് മരിച്ചു കിട്ടാൻ വേണ്ടി തങ്ങളൊന്ന് റെക്കമെൻഡ് ചെയ്യണം നബിയേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയണം. ഇത് ഹനഫി മദ്ഹബിലെ ഏറ്റവും മുഅ്തമദായ കിതാബ് ഫത്ഹുൽ ഖദീറാണ് ഞാനിപ്പോൾ വായിച്ചു കേൾപ്പിച്ചത്. ഇനി ഞാൻ മാലിക്കി മദ്ഹബിലേക്ക് കടക്കാം. രണ്ടാമത്തെ ഇമാമാണ് ഇമാം മാലിക് റളിയല്ലാഹു അൻഹു. സഹോദരന്മാരെ, അബത്തിനെ കണ്ട താബിഈകളിൽപ്പെട്ട നാഫി റളിയല്ലാഹു അൻഹുവിനെയും സാലിം റളിയല്ലാഹു അൻഹുവിനെയും കാണുകയും മനസ്സിലാക്കുകയും മദീനത്തെ പള്ളിയിൽ ഇരുന്ന് ദർസ് നടത്തുകയും ചെയ്ത മഹാനായ ഇമാം മാലിക് റളിയല്ലാഹു അൻഹു ശാഫി ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ ഉസ്താദാണെന്ന് പറയുമ്പോൾ പിന്നെ മഹാനവറുകളെ വിവരം പറയണോ? ആ മാലിക് ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ മദ്ഹബ് എന്താണ്? മാലിക്കി മദ്ഹബിലെ ഇബ്നുൽ ഹാജ് റഹ്മത്തുള്ളാഹി അലൈഹി മഹാനവറുകൾ കിതാബുൽ മദ്ഖലിൽ രേഖപ്പെടുത്തുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുക. 254 പേജിൽ മഹാനവറുകൾ മൊത്തത്തിൽ തന്നെ ഖബർ സിയാറത്ത് ചെയ്യുമ്പോൾ എന്ത് വേണം എന്നതിനെ സംബന്ധിച്ച് വിശദീകരിച്ചതിന് ശേഷം മഹാന്മാരെ ഖബർ സിയാറത്ത് ചെയ്യേണ്ടത് എങ്ങനെ, അല്ലാഹുവിന്റെ റസൂലിന്റെ ഖബറിൽ അടുക്കൽ പറയേണ്ടത് എന്ത്, അത് വിശദീകരിക്കുകയാണ്. ഓരോന്നായി കേട്ടോളൂ. മഹാനവറുകൾ പറയാണ്, ഫഇൻ കാനൽ മയ്യിത്തുൽ മുസാർ മിമ്മൻ തുർജാ ബർക്കത്തുഹു. നമ്മൾ സിയാറത്ത് ചെയ്യുന്ന മയ്യിത്ത് ഒരു ബറക്കത്ത് പ്രതീക്ഷിക്കപ്പെടുന്ന മഹാനാണെങ്കിൽ, പെരിങ്ങത്തൂര് അരിൽ കൂഫി തങ്ങളെ മഖ്ബറയാണെങ്കിൽ, നാദാപുരത്ത് ജുമാഅത്ത് പള്ളിന്റെ ഭാഗത്തുള്ള ഔലിയാക്കളുടെ അതേ മേനക്കോത്തോറ് ഞാറ്റൂത്തോറ് എന്നൊക്കെ പറഞ്ഞ് വലിയ വലിയ മഹാന്മാരുണ്ട് ഇവിടെ, അവരെയൊക്കെ മഖ്ബറകളാണെങ്കിൽ, അതുപോലെ മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിന്റെയും ശാഫി ഇമാമിന്റെയും ഒക്കെ മഖ്ബറയാണെങ്കിൽ അവിടെ എന്ത് വേണോന്നാ പറയുന്നത്? ബറക്കത്ത് പ്രതീക്ഷിക്കപ്പെടുന്ന മഹാന്റെ മഖ്ബറയാണെങ്കിൽ ഫയതവസ്സലു ഇലല്ലാഹി തആല ബിഹി, ആ മഹാൻ മുഖേന അല്ലാഹുവിനോട് ആ മഹാനെ ഇടയാളനാക്കി തേടണം. വകദാലിക യതവസ്സലു الزائر بمن يراه الميت ممن ترجى بركته الى النبي صلى الله عليه وسلم. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്കും ഈ മഹാന്മാരെ മുഖേന നമുക്ക് ചേരാൻ കഴിയണം.
അതുകൊണ്ട് റസൂലുള്ളാഹിയിലേക്ക് നമ്മൾ എത്തിച്ചു തരാനും ആ മഹാന്മാരെ അടയാളനാക്കി ചൊല്ലണം. ഏത് ആളെ തവസ്സുലാക്കുമ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തവസ്സുലാക്കൽ കൊണ്ട് ആരംഭിക്കണം. മഹാനവറുകൾ പറയുകയാണ്, കാരണം എല്ലാ ഇടയാളന്മാരുടെയും അടിസ്ഥാനവും നേതൃത്വവും കേന്ദ്രവും അള്ളാഹുവിന്റെ റസൂലാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ റസൂലിനെ അടയാളനാക്കി തേടണം. ഖിയാമത്ത് വരെ റസൂലുള്ളാഹിനെ പിന്തുടർന്ന് ജീവിക്കുന്ന എല്ലാ ഇമാമീങ്ങളെയും മഹാന്മാരെയും അടയാളന്മാരാക്കി തേടണം. എന്നിട്ട് തീർന്നില്ല. എന്നിട്ട് മഹാനവറുകൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബറിന്റെ അടുക്കൽ പോയി അതാ റസൂലുള്ളാഹിനോട് തേടിയ സംഭവം ഉദ്ധരിച്ച് വിശദീകരിച്ചതിന് ശേഷം പറയുകയാണ്, സാലിഹീങ്ങളായ ആളുകൾ മഖ്ബറുകളിൽ ആരൊക്കെയുണ്ടോ ആ ആളുകളെയൊക്കെ ഇടയാളന്മാരാക്കി തേടണം. ഫീ ഖളാഇ ഹവായിജിഹി, അവന്റെ ആവശ്യം നിർവഹിച്ചു കിട്ടാൻ, വമഗ്ഫിറതി ദുനൂബിഹി, പാപം പുറത്തു കിട്ടാൻ, സുമ്മ യദ്ഉ ലിനഫ്സിഹി വലിവാലിദൈഹി, പിന്നെ മഹാന്മാരെ മഖ്ബറയിൽ സ്വന്തം ശരീരത്തിന് വേണ്ടിയും മാതാപിതാക്കൾക്ക് വേണ്ടിയും വലി മശായിഖിഹി, ഉസ്താദുമാർക്ക് വേണ്ടിയും വലിയ അഖാരിബിഹി, കുടുംബങ്ങൾക്ക് വേണ്ടിയും വലിയ അഹ്ലി തിൽക്കൽ മഖാബിരി, ആ മഖ്ബറകളിലുള്ള എല്ലാവർക്കും വേണ്ടിയും വലിയ അംവാത്തിൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളിൽ നിന്ന് മരിച്ചുപോയ എല്ലാവർക്കും വേണ്ടിയും വലിയ അഹ്യാഇഹിം വദുർരിയത്തിഹിം, ജീവിച്ചിരിക്കുന്നവർക്ക് വേണ്ടിയും അവരുടെ സന്താന പരമ്പരകൾക്ക് വേണ്ടിയും ഖിയാമത്ത് നാൾ വരെയുള്ള എല്ലാ മുഅ്മിനീങ്ങൾക്ക് വേണ്ടിയും മഹാന്മാരെ മഖ്ബറയിൽ വെച്ച് ദുആ ചെയ്യണം. സുബ്ഹാനല്ലാഹ്. മഹാനായ ഇബ്നുൽ ഹാജ് റഹ്മത്തുള്ളാഹി അലൈഹി, നിങ്ങൾ മനസ്സിലാക്കണം, ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹുവിനെ പോലത്തെ വലിയ വലിയ പണ്ഡിതന്മാർ ഈ ഇബ്നുൽ ഹാജ് റളിയല്ലാഹു അൻഹുവിന്റെ കിതാബ് എടുത്ത് ഉദ്ധരിക്കാറുണ്ട്. ഈ ഇബ്നുൽ ഹാജ് ചില്ലറക്കാരനല്ല, മാലിക്കി മദ്ഹബിലെ ലോകപ്രശസ്തനായ പണ്ഡിതനാണ്. മഹാനവറുകൾ അവിടുന്ന് രേഖപ്പെടുത്തുന്നു, ഓ ജനങ്ങളെ, നിങ്ങൾ മഹാന്മാരെ മഖ്ബറയിൽ ചെന്ന് അവരെ തവസ്സുലാക്കി ദുആ ചെയ്യണം. എന്ന് മാത്രമല്ല, നിങ്ങൾക്കറിയില്ലേ, വയുക്സിറു തവസ്സുല ബിഹിം ഇലല്ലാഹി തആല ലിഅന്നഹു സുബ്ഹാനഹു വതആല ഇജ്തബാഹും വശറഫഹും വകറമഹും. അല്ലാഹു തആല മഹാന്മാരെ തെരഞ്ഞെടുക്കുകയും അവരെ അല്ലാഹു തആല ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ദുനിയാവിൽ ഈ മഹാന്മാര് മുഖേന അല്ലാഹു നമുക്ക് ഫലം തന്നതുപോലെ അവരാഖിറത്തിലുള്ള സമയത്ത് കൂടുതൽ ഫലം കിട്ടും. മാലിക്കി മദ്ഹബുകാരനായ ഇമാം ഇബ്നുൽ ഹാജ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഫമൻ ഹറാദ ഹാജതൻ, അതുകൊണ്ട് വല്ലവർക്കും വല്ല ഉദ്ദേശവും സബലീകരിക്കണമെങ്കിൽ ഫൽയദ്ഹബ് ഇലൈഹിം, മഹാന്മാരെ സമീപത്തവൻ പോകട്ടെ, വയതവസ്സലു ബിഹിം, അവരെ കൊണ്ടവൻ അവരുടെ അടയാളന്മാരാക്കി പ്രാർത്ഥിക്കട്ടെ. ഫഇന്നഹുൽ വാസിതതു ബൈനല്ലാഹി തആല വഖൽഖിഹി, അല്ലാഹുവിന്റെ സൃഷ്ടികളുടെയും അല്ലാഹുവിന്റെയും ഇടയിൽ അല്ലാഹു അവരെ മധ്യവർത്തിയാക്കി നിശ്ചയിച്ചിരിക്കുകയാണ്. ഇതിങ്ങനെ പറഞ്ഞിട്ട് മഹാനവറുകൾ പറയുന്നു, വഖദ് തഖററ ഫിശ് ശറഇ, പരിശുദ്ധ ശരീഅത്തുൽ ഇസ്ലാമിൽ സ്ഥിരപ്പെട്ട കാര്യമാണ്. വഉലിമ മാ ലില്ലാഹി തആല ബിഹിം മിനൽ ഇഅ്തിനാഇ വദാലിക കസീറും മശ്ഹൂർ, അവർക്ക് അല്ലാഹുവിന്റെ അടുക്കൽ വലിയ പരിഗണനയാണ്, അത് അറിയപ്പെട്ട കാര്യമാണ്. വമാ സാലന്നാസു, വമാ സാലന്നാസ്, മുസ്ലിമീങ്ങളായ ജനങ്ങൾ, മിനൽ ഉലമായി, സർവ്വആലിമീകളും, വല്ലകാബിരി, വലിയ വലിയ മഹാന്മാരും, കാബിറൻ അൻ കാബിരിൻ, മഹാന്മാര് മഹാന്മാരിൽ നിന്ന് മനസ്സിലാക്കി, മശ്രിഖൻ വ മഗ്രിബൻ, കിഴക്കും പടിഞ്ഞാറും ലോകമൊട്ടാകെയും, യതബറകൂന ബിസിയാറത്തി ഖുബൂരിഹിം, അവരെ ഖബർ സിയാറത്ത് ചെയ്തുകൊണ്ട് ബറക്കത്തെടുക്കുന്നു. വയജിദൂന ബറക്കത ദാലിക ഹിസ്സൻ വ മഅനാ, അതേ ബാഹ്യമായും
ബാഹ്യമായും ആന്തരികമായും ഭൗതികമായും ആത്മീയമായും അതിന്റെ ബറക്കത്ത് ലോകത്തുള്ള സർവ്വ ഇമാമിയങ്ങളും ആലിമീങ്ങളും ഇതാ എടുത്തുകൊണ്ടേയിരിക്കുന്നു. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാലം മുതലേ നടന്നുകൊണ്ടിരിക്കുന്നു. ഇത് പറഞ്ഞിട്ട് മഹാനവറുകൾ അവസാനം പറയാണ്, ഓ ജനങ്ങളെ, വന്നബിയു അഫ്ളലു മിനൽ കഅബതി, മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കഅബയേക്കാൾ ബഹുമാനമുള്ളവരാണ്. വമിൻ ബൈത്തുൽ മുഖദ്ദസി, ബൈത്തുൽ മുഖദ്ദസിനെക്കാളും ബഹുമാനമുള്ളവരാണ് എന്നിങ്ങനെ പോലെ. സൈൻദഹു ഹജ്ജുൻ വലാ ഉംറ, പക്ഷേ നബിയുടെ അടുക്കൽ ഹജ്ജും ഉംറയും ഇല്ലെന്ന് മാത്രം. അതിങ്ങനെ പറഞ്ഞ് വിശദീകരിച്ചിട്ട് മഹാനവറുകൾ അവസാനം പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂലിന്റെ സിയാറത്ത് അത് ഏറ്റവും ബഹുമാനമുള്ള വിഷയമാണ്. وقد نقل ابن هبيرة في كتاب اتفاق الأئمة قال اتفق مالك والشافعي وأبو حنيفة وأحمد بن حنبل رحمهم الله. നാല് മദ്ഹബിന്റെ ഇമാമിയങ്ങളും യോജിച്ച കാര്യമാണ് അലാ അന്ന സിയാറത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുസ്തഹബ്ബ. അല്ലാഹുവിന്റെ റസൂലിനെ സിയാറത്ത് ചെയ്യൽ അത് പുണ്യകർമ്മമാണ്, അത് വളരെ പുണ്യമുള്ള വിഷയമാണ്. അതിങ്ങനെ പറഞ്ഞിട്ട് പറയുകയാണ്, സുബ്ഹാനല്ലാഹ് വൽഹാസിലു മിൻ അഖ്വാലിഹിം അൻഹാ ഖുർബത്തുൻ മത്ലൂബത്തുൻ ബിലിനഫ്സിഹാ. അതവിടെ പള്ളി കയറുമ്പോൾ കയറി നോക്കലല്ല, അത് സ്വന്തം തന്നെ റസൂലുള്ളാഹിന്റെ സിയാറത്തിന് പോകൽ പ്രത്യേകം സുന്നത്താണ്. ഇങ്ങനെ വിശദീകരിച്ച് അവസാനം മഹാനവറുകൾ പറയുന്നത് കേട്ടോളൂ സഹോദരന്മാരെ, അലാ തറ, നിനക്ക് കണ്ണില്ലടോ, നീ കാണുന്നില്ലടോ, ഇലാമാ വഖഅ മിനൽ ഇജ്മാഇ, ലോകത്ത് ഒരു ഇമാമിനും തർക്കമില്ല, അലാ അന്ന അഫ്ളൽ ബിഖാഇൽ മൗദിഉ അല്ലദീ ളമ്മ അല്ലാഹുൽ കരീമ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ലോകത്തെന്നല്ല അല്ലാഹു പടച്ച ഏത് സ്ഥലമുണ്ടോ എല്ലാ സ്ഥലത്തിനേക്കാളും ബഹുമാനമുള്ളത് അല്ലാഹുവിന്റെ റസൂലിന്റെ ശരീരം തൊട്ടുകിടക്കുന്ന ഭൂമിക്കാണ്. അത്ര ബഹുമാനമുള്ള ഒരു സ്ഥലം ലോകത്ത് വേറെ ഇല്ല. അതിങ്ങനെ പറഞ്ഞിട്ട് മഹാനവറുകൾ പറയുകയാണ്, എന്നാൽ അമ്പിയാക്കളെ സിയാറത്ത് ചെയ്യുന്ന സംഗതിയോ അമ്പിയാക്കൾ അടുക്കൽ സിയാറത്ത് ചെയ്യുന്നവർ ചെല്ലണം. ദൂരങ്ങളിൽ നിന്ന് അമ്പിയാക്കളെ ഖബർ പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെ ഉദ്ദേശിച്ചുകൊണ്ട് തന്നെ വരണം. അവരെ സമീപത്തെത്തിയാൽ വളരെ താഴ്മയോടെ അമ്പിയാക്കളെ ഖബറിന്റെ അടുക്കൽ പോയി നിൽക്കണം. അവന്റെ കണ്ണുകൊണ്ട് കാണുന്നതിനേക്കാൾ ബഹുമാനിക്കണം. അതിങ്ങനെ പറഞ്ഞിട്ട് അവസാനം മഹാനവറുകൾ പറയുകയാണ്, അമ്പിയാക്കളെ അടയാളന്മാരാക്കി പ്രാർത്ഥിക്കണം. പാപം പൊറുക്കാനും ആവശ്യം നിർവഹിച്ചു കിട്ടാനും ആ അമ്പിയാക്കളോട് തന്നെ സഹായം തേടുകയും വേണം. അമ്പിയാക്കളോട് തന്നെ ആവശ്യം തേടണം. അമ്പിയാക്കളോട് തന്നെ ആവശ്യം തേടണം. പിന്നെയും പറയണം, അവരെ ബറക്കത്ത് കൊണ്ട് അവരെ വിളിച്ചു തേടിയാൽ അല്ലാഹു തരുമെന്ന് അവൻ ഉറപ്പിക്കുകയും വേണം. സംശയിച്ചുകൊണ്ട് നടക്കരുത്. അല്ലാഹുവിന്റെ അമ്പിയാക്കളെ വിളിച്ചു തേടിയാൽ അല്ലാഹു തരുമെന്ന് അവൻ ഉറപ്പിക്കണം. അല്ലാഹുവിന്റെ റഹ്മത്തിലേക്ക് അല്ലാഹു തുറന്ന വാതിലാണ് അവര്, അല്ലാഹു തുറന്ന കവാടങ്ങളാണ് അവര്. അതുകൊണ്ട് അത് ഉറപ്പിച്ച് തന്നെ അവൻ അങ്ങനെ ചെയ്തോളണം. പിന്നെ അവസാനം പറയുന്നത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹിയെ സിയാറത്ത് ചെയ്യുമ്പോഴോ അത് ഫകുല്ലു മാ ദുക്ര യസീദു അലൈഹി അൽആഫഹു, ഇതിനേക്കാളൊക്കെ എത്രയോ താഴ്മയും എത്രയോ വിനയവും എത്രയോ ബഹുമാനവും കാണിക്കണം. എന്നിട്ട് മഹാനവറുകൾ പറയുകയാണ്, ലിഅന്നഹു സാഫിഉൽ മുസഫഉ, എന്തുകൊണ്ട് ആ നബിയാണ് ശുപാർശ പറയാൻ അല്ലാഹു നിശ്ചയിച്ച നബി. അൽ മുസഫഉ, ശുപാർശ സ്വീകരിക്കപ്പെടുന്ന നബി. അല്ലദീ ലാ
തുറദ്ദു ശഫാഅത്തുഹു, ആ നബിയുടെ റെക്കമെൻഡ് ഒരിക്കലും തള്ളപ്പെടൂല. വലാ യഖീബു മൻ ഖസദഹു, ആ നബിയെ കരുതിയവൻ വെറുതെ ആയി പോകൂല. വലാ മൻ നസല ബിസാഹതിഹി, നബിയുടെ മുറ്റത്ത് ഇറങ്ങിയവൻ ഒരിക്കലും പരാജയപ്പെടൂല. വലാ മൻ ഇസ്തആന അബിസ്തഗാസ ബിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഇസ്തിഗാസ ചെയ്തവർ, നബിയോട് സഹായം തേടിയവർ ഒരിക്കലും പരാജയപ്പെടൂല. ഇബ്നുൽ ഹാജ് റളിയല്ലാഹു അൻഹു പിന്നെയും പറയാണ്, ഫമൻ തവസ്സല ബിഹി അബിസ്തഗാസ ബിഹി, ആരെങ്കിലും റസൂലുള്ളാഹിനെ ഇടയാളനാക്കി ചോദിച്ചാൽ, അബിസ്തഗാസ ബിഹി, അല്ലേ നബിയോട് വിളിച്ച് തേടിയാൽ, ഔ തലബ ഹവായിജഹു മിൻഹു, അല്ലേ നബിയോട് തന്നെ അവന്റെ ആവശ്യം തേടിയാൽ, ഫലാ യുറദ്ദു വലാ യഖീബ്, അവൻ തള്ളപ്പെടൂല, അവൻ വെറുതെ ആവൂല. അതിന് എത്ര തെളിവുകൾ ഉണ്ടെന്ന് പറഞ്ഞിട്ട് മഹാനവറുകൾ അവസാനം പറയുകയാണ്, സഹോദരന്മാരെ, അതേ നിങ്ങൾക്കറിയോ, ഫത്തവസ്സുലു ബിഹി അലൈഹി സ്വലാത്തു വസ്സലാം, റസൂലുള്ളാഹിനെ ഇടയാളനാക്കൽ, ഹുവ മഹല്ലു ഹത്തി അഹ്മാലിൽ ഔസാർ, അവിടെയാണ് മനുഷ്യന്റെ പാപം ഇറക്കി വെക്കുന്ന സ്ഥലം. വഅസ്ഖാലിദ് ദുനൂബി വൽ ഖതായ, പാപങ്ങളുടെ ഭാരങ്ങൾ റസൂലുള്ളാഹിനെ കൊണ്ട് തവസ്സുലാക്കുമ്പോഴാണ് നീങ്ങിപ്പോകൽ. ലിഅന്ന ബറകത ശഫാഅത്തിഹി അലൈഹി സ്വലാത്തു വസ്സലാം, കാരണം റസൂലുള്ളാഹിന്റെ ബറകത്ത്, ശഫാഅത്തിന്റെ ബറകത്ത്, വഅളമഹാ ഇൻദ റബ്ബിഹി, അതിന്റെ മഹത്വം റബ്ബിന്റെ അടുക്കൽ, ലാ യതആലമുഹാ ദംബുൽ, ഒരു പാപവും റസൂലുള്ളാഹിന്റെ മഹത്വത്തിന്റെ മേലെ വലുതാവൂല. ഇത് അന്നഹാ അതുകൊണ്ട് റസൂലുള്ളാഹിനെ അതാ സിയാറത്ത് ചെയ്യുന്നവൻ അവൻ സന്തോഷം ഉൾക്കൊള്ളട്ടെ. വയൽജഉ ഇലല്ലാഹി തആല ബിശഫാഅത്തി നബിയിഹി അലൈഹി സ്വലാത്തു വസ്സലാം, റസൂലുള്ളാഹിന്റെ ശഫാഅത്ത് മുഖേന അവൻ അല്ലാഹുവിലേക്ക് അഭയമാകട്ടെ. മല്ലം യസുറുഹു അല്ലാഹുമ്മ ലാ തഹ്രിംനാ മിൻ ശഫാഅത്തിഹി ബിഹുർമതിഹി ഇൻദക ആമീൻ യാ റബ്ബൽ ആലമീൻ. ആരെങ്കിലും റസൂലുള്ളാഹിനോട് ശഫാഅത്ത് തേടാൻ സന്നദ്ധരല്ലാത്തവരുണ്ടെങ്കിൽ, നബിയെ സന്ദർശിക്കാൻ തയ്യാറില്ലാത്തവരുണ്ടെങ്കിൽ, അല്ലാഹുവേ അവിടുത്തെ ശഫാഅത്ത് ഞങ്ങൾക്ക് നീ തടയരുതേ പറഞ്ഞുകൊണ്ട് പറയണു, ഞാൻ ഈ പറഞ്ഞതിനെതിരായി വിശ്വസിക്കുന്ന വല്ലവരുമുണ്ടെങ്കിൽ ഫഹുവൽ മഹ്റൂം, അവനാണ് പടച്ചവന്റെ റഹ്മത്ത് തടയപ്പെട്ടവൻ. റസൂലുള്ളാഹിനെ വിളിക്കൂല, പറയൂല, ഇടയാളാക്കൂല എന്ന് പറയുന്നവനാണ് അല്ലാഹുവിന്റെ റഹ്മത്ത് തടയപ്പെട്ടവൻ. എടോ, ഞാൻ വെറുതെ പറയുകയല്ല. ഇബ്നുൽ ഹാജി തങ്ങൾ പറയാണ്, അലം അല്ലാഹ് ഖുർആനിൽ പറഞ്ഞത് അവൻ കേൾക്കുന്നില്ലേ, അവൻ സ്വീകരിക്കുന്നില്ലേ? വലൗ അന്നഹും യളമൂ അൻഫുസഹും ജാഊക ഫസ്തഗ്ഫിറുല്ലാഹ വസ്തഗ്ഫറ ലഹുർ റസൂലു ലവജദുല്ലാഹ തവ്വാബർ റഹീമാ എന്ന് അല്ലാഹ് പറഞ്ഞത് അവൻ കേൾക്കുന്നില്ലേ, സ്വീകരിക്കുന്നില്ലേ? ഇതിനെ വിമർശിക്കുന്നവനെ പോലെ അതാ ആരാണ് റഹ്മത്ത് കിട്ടാത്തവർ? ഫമൻ ജാഅഹു, അപ്പൊ നബിന്റെ അടുക്കൽ ആരെങ്കിലും വന്നാൽ, വഖഫ ബിബാബിഹി, റസൂലുള്ളാഹിന്റെ ഗേറ്റിംഗിൽ നിന്നാൽ, വതവസ്സല ബിഹി, റസൂലുള്ളാഹിനെ ഇടയാളനാക്കിയാൽ, വജദല്ലാഹ തവ്വാബർ റഹീമാ, അല്ലാഹ് ദോഷം പൊറുക്കുന്നവനായും റഹ്മത്ത് ചെയ്യുന്നവനുമായും അവൻ എത്തിക്കുമെന്ന് അല്ലാഹ് പറഞ്ഞില്ലടോ. ലിഅന്നല്ലാഹ അസ്സ വജല്ല മുനസ്സഹുൻ അൻ ഖുൽഫിൽ മീആദ്, അല്ലാഹ് വാഗ്ദത്തം ലംഘിക്കൂല കേട്ടോ. എന്റെ നബിന്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞാൽ ഞാൻ പുറത്തു കൊടുക്കൂന്ന് അല്ലാഹ് പറഞ്ഞില്ലേ? അല്ലാഹ് വാഗ്ദത്തം ലംഘിക്കുന്നവനല്ല. വഖദ് സുബ്ഹാനഹു വ തആല ബിത്തൗബതി ലിമൻ ജാഅഹു, നബിയുടെ സമീപത്ത് വന്നവർക്ക്, വഖഫ ബിബാബിഹി, തങ്ങളെ വാതിൽക്കൽ നിന്നവർക്ക്, വസഅലഹു, എന്നിട്ട് നബിയോട് ചോദിച്ചവർക്ക്, വസ്തഗ്ഫറ റബ്ബഹു, എന്നിട്ട് അല്ലാഹുവോടും പൊറുക്കലിനെ ചോദിച്ചവർക്ക് അല്ലാഹ് കൊടുക്കുമെന്ന് അല്ലാഹ് വാഗ്ദത്തം ചെയ്തതാണ്. അല്ലാഹ് ഒരിക്കലും വാക്ക് പാലിക്കാതിരിക്കൂല. അതുകൊണ്ട് തന്നെ ഈ ആശയം അതിൽ സംശയിക്കുകയില്ല, അതിൽ സംശയിക്കുകയില്ല. അല്ലാഹുവിന്റെ ദീന് നിഷേധിക്കുന്നവനല്ലാതെ, അല്ലാഹുവിനോട് യുദ്ധത്തിന് വരുന്നവനല്ലാതെ, അല്ലാഹുവിനെ എതിർക്കുന്നവൻ
പറഞ്ഞവനല്ലാതെ റസൂലിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹിനോട് യുദ്ധത്തിനും എതിർപ്പിനും വരുന്നവനല്ലാതെ ഈ വിഷയത്തിൽ ഒരു തർക്കവും ഒരു സംശയവും ഉണ്ടാകൂല. നഊദു ബില്ലാഹി മിനൽ ഹിർമാൽ. അല്ലാഹുവേ, നിന്റെ റഹ്മത്തിന്റെ വാതിലായ നബി തങ്ങളോട് ചോദിക്കുന്നതിൽ നിന്ന് അതിൽ സംശയം പ്രകടിപ്പിച്ച് ഈമാൻ തെറ്റിപ്പോകുന്നതിൽ ഞങ്ങൾ കാവൽ ചോദിക്കുന്നു. അല്ലാഹ്. ഇബ്നുൽ ഹാജ് റളിയല്ലാഹു അൻഹു സഹോദരന്മാരെ, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അവിടുത്തെ ലോക പ്രശസ്തമായ കിതാബുൽ മദ്ഖലിന്റെ 260-ാമത്തെ പേജിൽ രേഖപ്പെടുത്തുന്നു. മാലിക്കി മദ്ഹബിലെ കിതാബാണ് വായിച്ചത്. ഇനി നിങ്ങൾക്ക് ഞാൻ വായിക്കുന്നത് ശാഫിഈ മദ്ഹബിലെ ഗ്രന്ഥമാണ്. ശാഫിഈ മദ്ഹബിന്റെ മുഹജ്ജിറായ ലോക പ്രശസ്ത പണ്ഡിതനായ മഹാനായ യഹ്യ ഇബ്നു ശറഫ് നവാവി റഹിമഹുല്ലാഹ്, നവവി ഇമാം റഹിമഹുല്ലാഹ്. സഹോദരന്മാരെ, ആ ഇമാം നവവി റളിയല്ലാഹു അൻഹു അവിടുത്തെ ശറഹുൽ മുഹദ്ദബ് എന്ന ലോക പ്രശസ്തമായ കിതാബിൽ, ഏറ്റവും മുഅ്തമദായ കിതാബിൽ മഹാനവറുകൾ എഴുതി രേഖപ്പെടുത്തുകയാണ്. മഹാനവറുകൾ പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ എങ്ങനെയാണ് സിയാറത്തിന് പോകേണ്ടത് അത് വിവരിച്ചുകൊണ്ട് പറയുകയാണ്. ثم يرجع الى موقفه في الاول قبالة وجه رسول الله صلى الله عليه وسلم. റസൂലുള്ളാഹിന്റെ മുഖത്തിന് നേരെ പോയി നിൽക്കണം. ويتوسل به في حق نفسه. അവന്റെ സ്വന്തം ശരീരത്തിന്റെ കാര്യത്തിൽ റസൂലുള്ളാഹിനെ ഇടയാളനാക്കി ചോദിക്കണം. ويستشفع به الى ربه سبحانه. അല്ലാഹുവിലേക്ക് റബ്ബിന്റെ പൊരുത്തം കിട്ടാൻ റസൂലുള്ളാഹിനോട് ശഫാഅത്ത് തേടണം. റസൂലുള്ളാഹിനെ ഇടയാളനാക്കി ശഫാഅത്ത് തേടണം. വമിൻ അഹ്സനി മാ യഖൂലു. വളരെ നല്ലതാണ് മഹകാഹുൽ മാവർദി വൽ ഖാദി അബു തയ്യിബ്. ഖാദി അബു തയ്യിബും മാവർദിയും ഉദ്ധരിച്ച ഒന്ന്. വസായിറു അസ്ഹാബിനാ, നമ്മളെ ശാഫിഈ മദ്ഹബിലെ എല്ലാ ഇമാമിങ്ങളും പറഞ്ഞൊരു കാര്യം, അനിൽ ഉത്ബി, ഇമാം ഉത്ബി റളിയല്ലാഹു അൻഹുവിൽ ഉദ്ധരിച്ചുകൊണ്ട്. അതെന്താണ്? അതെ, മുസ്തഹ്സിനീന ലഹു, എല്ലാ ഇമാമിങ്ങളും അത് പുണ്യകർമ്മമാണെന്നാണ് പറയുന്നത്. എന്താണത്? കുന്തു ജാലിസൻ ഇൻദ ഖബരി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ റസൂലുള്ളാഹിന്റെ ഖബറിൽ ഇരിക്കുമ്പോ ഒരു ഗ്രാമീണൻ വന്നു. فقال السلام عليك يا رسول الله سمعت الله يقول ولو انهم ظلموا انفسهم جاءوك فاستغفروا الله واستغفر لهم الرسول لوجدوا الله توابا رحيما. വലൗ അന്നഹും എന്ന ഈ ആയത്ത് ഓതിക്കൊണ്ട് അല്ലാഹുവിന്റെ റസൂലിനെ വിളിച്ച് സലാം പറഞ്ഞുകൊണ്ട് ആ ഗ്രാമീണനായ വ്യക്തി പറഞ്ഞു, വഖദ് ജിഅ്തുക മുസ്തഗ്ഫിറൻ മിൻ ദംബി. നബിയെ, തങ്ങളടുത്ത് ഞാൻ വന്നത് എന്റെ പാപത്തിൽ മോചനം ചോദിക്കുന്നവനായ നിലക്കാണ്. മുസ്തശ്ഫിഅൻ ബിക, തങ്ങളെ കൊണ്ട് അല്ലാഹുവിനോട് ശുപാർശ തേടുന്നവനായ നിലക്കാണ്. ഇലാ റബ്ബി, എന്റെ റബ്ബിലേക്ക് ശുപാർശ തേടുന്ന നിലക്കാണ്. സുമ്മ അൻസാ യഖൂലു, പിന്നെ ആ ഗ്രാമീണനായ വ്യക്തി അങ്ങ് ചൊല്ലി, യാ ഖൈറ من دفنت بالقاع عظومه فطاب من طيبهن القاع واللكم نفسي الفداء لقبر أنت ساكنه فيه العفاف وفيه الجود والكرم. ഈ മദീനയിൽ മറവ് ചെയ്യപ്പെട്ട ഏറ്റവും ഖൈറായ നബിയെ, തങ്ങളെ മറവ് ചെയ്തത് കൊണ്ട് ഈ രാജ്യം മുഴുവനും പുണ്യഭൂമിയായി പോയി നബിയെ. ഇതിന്റെ തൊട്ടടുത്തുള്ള കുന്നും പർവ്വതവും ഒക്കെ പുണ്യഭൂമിയായി പോയി നബിയെ. തങ്ങളെ ഖബറിന് ഞാനിതാ എന്റെ ശരീരം സമർപ്പിക്കുന്നു നബിയെ. തങ്ങൾ താമസിക്കുന്ന ഖബറിന് ഞാൻ എന്റെ ശരീരം സമർപ്പിക്കുന്നു നബിയെ. ഫീഹിൽ അഫാഫു വഫീഹിൽ ജൂദു വൽ കറമു. ആ ഖബറിന് ധാരാളം ഔദാര്യം കിട്ടുന്നു നബിയെ. ആ ഖബറിന് ധാരാളം സംഭാവന കിട്ടുന്നു നബിയെ. ആ ഖബർ മുഖേന ഒരുപാട് തെറ്റുകളിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയുന്നു നബിയെ. സുമ്മൻ സറഫ, അങ്ങനെ റസൂലുള്ളാഹിനെ വിളിച്ച് തേടിയതിനു ശേഷം അദ്ദേഹം അങ്ങ് പോയി. ഫഹമലത്തിനി ഐനായ, അപ്പോൾ എന്റെ രണ്ട് കണ്ണും എനിക്ക് അങ്ങോട്ട് ചിമ്മിപ്പോയി, അല്പം ഉറങ്ങിപ്പോയി. ഫറഅയ്തു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂലിനെ ഞാൻ കണ്ടു. ഫിന്നൗമി, ഉറക്കിൽ. ഫഖാല യാ ഉത്ബി, അപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ എന്നോട് പറഞ്ഞു, ഉത്ബി ഇൽഹഖിൽ അറാബിയ,
ആ അറാബിയുടെ അടുക്കലേക്ക് നിങ്ങളൊന്ന് ചെല്ലൂ. ഫബശ്ശിറുഹു ബി അന്നല്ലാഹു തആല ഖദ് ഗഫറ ലഹു, അല്ലാഹു തആല അദ്ദേഹത്തിന് പുറത്തു കൊടുത്തുപോയി. എന്നെ വിളിച്ച് തേടിയില്ലേ, അല്ലാഹ് പുറത്തു കൊടുത്തുപോയി എന്ന് വിവരം അറിയിക്കൂ. ഇങ്ങനെ ഉത്ബ റളിയല്ലാഹു അൻഹുവിന് സ്വപ്നത്തിൽ കാണിച്ചു കൊടുത്തു. ഈ സംഭവം എല്ലാ ഇമാമികളും അംഗീകരിച്ചുകൊണ്ട് അതുപോലെ റസൂലുള്ളാഹിനെ വിളിച്ച് തേടുന്നത് പുണ്യമാണെന്ന് എല്ലാ ഇമാമികളും പറഞ്ഞിട്ടുണ്ടെന്ന് ആരാ പറയുന്നത്? സഹോദരന്മാരെ, ലോകത്തുള്ള ഏറ്റവും വലിയ ഹദീസ് പണ്ഡിതനായ, ഏറ്റവും വലിയ ഫിഖ്ഹി പണ്ഡിതനായ, ഏറ്റവും വലിയ സൂഫി വര്യനായ, ഏറ്റവും വലിയ ആരിഫായ, ഏറ്റവും വലിയ മുത്തകല്ലിമായ, എല്ലാ വിഷയത്തിലും കിതാബുകൾ രചിച്ചിട്ട് സുബ്ഹാനല്ലാഹ് എത്ര കിതാബാണ്. റിയാദുസ് സാലിഹീൻ മുതൽക്ക് അതേ ബുസ്താനുൽ ആരിഫീൻ മുതൽക്ക് സുബ്ഹാനല്ലാഹ് മിൻഹാജും അതേ അതുപോലെ തന്നെ അവിടുന്ന് റൗളയും സറഹുൽ മുഹദ്ദബും ഈളാഹും സറഹ് മുസ്ലിമും സറഹുൽ ബുഖാരിയും അങ്ങനെ എത്രയോ കിതാബുകൾ രചിച്ച് ജീവിച്ചിട്ട് ഒരു ദിവസം പോലും ഗവൺമെന്റിൽ നിന്ന് ശമ്പളം പറ്റാതെ സുബ്ഹാനല്ലാഹ് എല്ലാ ദിവസവും സുന്നത്തുള്ള ദിവസങ്ങൾ ഒരൊറ്റയും ഒഴിവാക്കാതെ നോമ്പെടുത്ത് സുബ്ഹാനല്ലാഹ് രാത്രി സമയത്ത് എത്രയോ നീണ്ട നിസ്കാരം നിർവഹിച്ച് എത്രയോ ആയിരക്കണക്കിന് കറാമത്ത് കണ്ട ഇബ്നു തൈമിയ്യ വരെ, ഇബ്നുൽ ഖയ്യിം വരെ, ഇബ്നു കസീർ വരെ, ഹാഫിദുൽ ദഹബി വരെ, എന്തിനധികം പറയണം ഇബ്നു അബ്ദുൽ വഹാബ് വരെ, ഒരു പണ്ഡിതനും ഒരിക്കലും തന്നെ തള്ളി പറയാൻ കഴിയാത്ത സക്കരിയ സലാഹിയും അതുപോലെ ഹുസൈൻ സലഫിയും ഒക്കെ നാഴികക്ക് 40 വട്ടം എടുത്ത് ഇമാം നബവി റഹ്മത്തുള്ളാഹി അലൈഹി, ഇമാം നബവി റഹ്മത്തുള്ളാഹി അലൈഹി എന്ന് റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്ന പണ്ഡിതനായ ഇമാം നബവി രേഖപ്പെടുത്തുന്നത് റസൂലുള്ളാഹിനെ വിളിക്കല് പുണ്യമാണ്, സഹായം തേടല് പുണ്യമാണ്, അതെല്ലാവരും ചെയ്യേണ്ടതാണ്. പോരാ, ഇന്നും നിങ്ങൾ മദീനയിൽ ചെന്നാൽ എല്ലാവരും ചൊല്ലേണ്ടതായതുകൊണ്ട് സാധാരണക്കാർക്ക് അത് അറിയാതിരിക്കരുതെന്ന് മനസ്സിലാക്കി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഖത്തേക്ക് നോക്കുമ്പോ ആ റൗള ശരീഫിന്റെ ആ ജാറത്തിന്റെ ചുമരിലുള്ള അതിന്റെ അതാ റൗണ്ട് ആയിട്ടുള്ള പില്ലർ, ആ പില്ലറിന്റെ മേലെ നല്ല സ്വർണ്ണലിപി കൊണ്ടതാ കൊല്ലങ്ങളായി കൊത്തിവെച്ചിരിക്കുന്നു ഈ പദ്യം, സ്വർണ്ണലിപി കൊണ്ടതായി എഴുതി വെച്ചിരിക്കുന്നു ഈ പദ്യം. ഇപ്പോഴും ചെന്ന് നോക്കൂ. യാ ഖൈറ മൻദൂഫീനത് ബിൽഖാഇ അളൂമുഹു ഫതബ മിൻ തീബിഹിന്നൽ ഖാഉ വല്ലകമു നഫ്സിൽ ഫിദാഉ ലിഖബ്രിൻ അൻത സാകിനുഹു ഫീഹിൽ അഫാഫു വഫീഹിൽ ജൂദു വൽ കറമു. എല്ലാ കിതാബിലും ഉള്ളതിന്റെ പുറമെ മദീനത്തെ പള്ളിന്റെ ചുമരുമ്മലും എഴുതി വെച്ചിരിക്കുന്നു. ലോകത്തൊരു മുസ്ലിമിനും തർക്കമില്ല കേട്ടോ. എന്നിട്ടോ നമ്മളെ മൗലവി ആവർത്തിച്ച് നാദാപുരത്ത് വന്നിട്ട് പറയുന്നു, റസൂലുള്ളാഹിനെ വിളിക്കുകയും പറയുകയും ചെയ്താൽ മുശ്രിക്കായി പോയി, കാഫിറായി പോയി. ഓ സഹോദരന്മാരെ, ആഖിറത്തിലെ ഗതി എന്താണെന്ന് നിങ്ങളൊന്ന് ആലോചിക്കണേ.